ചോദിച്ചു കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തിനാണ് സഭയിൽ വിവാഹം കഴിക്കുന്നത്? സഭയിൽ വിവാഹം കഴിക്കാതെ സിവിൽ നിയമപ്രകാരം ഒരു വിവാഹം കഴിച്ചാൽ അത് വിവാഹമാവില്ലേ? രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിനും കുടുംബത്തെ പടുത്തുയർത്തുന്നതിനുമൊക്കെ അതായാലും പോരെ? തീർത്തും സാധാരണമായ അർത്ഥത്തിൽ അത് മതി. അത് ഒരു കുടുംബത്തെ സ്ഥാപിക്കാൻ അത് മതി, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനും അവരെ വളർത്താനും അത് മതി. അങ്ങനെയെങ്കിൽ എന്തിനാണ് തിരുസഭയിൽ വിവാഹം കഴിക്കുന്നത്? അതിന്റെ ഉത്തരം അറിയണമെങ്കിൽ വിവാഹം എന്നതുകൊണ്ട് തിരുസഭ എന്താണ് മനസ്സിലാക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ അറിയണം. പരിശുദ്ധ സഭയെ സംബന്ധിച്ച് വിവാഹം എന്നത് ഒരു സാമൂഹിക ഉടമ്പടിയോ ഒരുമിച്ച് ജീവിക്കുന്നതിന് നൽകുന്ന വെറുമൊരു ലൈസൻസോ അല്ല. അതിന്റെയും അപ്പുറത്തുള്ള വലിയൊരു ദൈവിക രഹസ്യത്തിലേക്കാണ് വിവാഹം എന്ന യാഥാർത്ഥ്യം പരിശുദ്ധ സഭയിൽ വിരച്ചുകൊണ്ടുന്നത്. തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കും, വിവാഹം എന്നത് ഒരു കൂദാശയാണ്. ഇറ്റ്സ് എ സാക്രമെന്റ്. എന്താണ് കൂദാശ എന്ന് വെച്ചാൽ? കൂദാശ എന്ന് വെച്ചാൽ അതിന് സഭ കൊടുക്കുന്ന നിർവചനം എങ്ങനെയാണ്? അദൃശ്യമായ പ്രസാദവരത്തെ ദൃശ്യമായി നൽകുന്നതിന് സഭ ഉപയോഗിക്കുന്ന, ദൈവം ഉപയോഗിക്കുന്ന അടയാളമാണ് കൂദാശ. കാണാൻ കഴിയാത്ത പ്രസാദവരത്തെ കാണാവുന്നതുപോലെ ദൃശ്യമായ വിധത്തിൽ പകർന്നു കൊടുക്കാൻ സഭ ഉപയോഗിക്കുന്ന ഒരടയാളം. അപ്പോൾ ആ കൂദാശ ഒരു അടയാളമാണ്. വിവാഹം എന്ന കൂദാശ അതൊരു അടയാളമാണ്. എന്തിന്റെ അടയാളം? പ്രസാദവരം നൽകപ്പെടുന്നതിന്റെ അടയാളം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് രണ്ട് ക്രൈസ്തവ വധൂവരന്മാർ വിവാഹം എന്ന കൂദാശ വഴി ഒന്നിച്ചു ചേരുന്നത്? അത് കൃത്യമായ അർത്ഥത്തിൽ ഈ പ്രസാദവരം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വെറുതെ ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള ഒരു ലൈസൻസ് സമ്പാദിക്കുന്നതിനോ സമൂഹത്തിന്റെ മുൻപിൽ ഞങ്ങൾ വിവാഹിതരാണ് എന്ന് കാണപ്പെടുന്നതിനോ വേണ്ടി മാത്രമല്ല, പകരം കൗദാശികമായ വിവാഹത്തിന്റെ കൗദാശിക പ്രസാദവരത്താൽ അലങ്കരിക്കപ്പെടേണ്ടതിനും ആ കൗദാശിക പ്രസാദവരത്തിന്റെ ചൈതന്യത്തിൽ വിവാഹ ജീവിതം നയിക്കേണ്ടതിനും അങ്ങനെ അതുവഴി സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നതിനും വേണ്ടിയാണ്. വിവാഹം എന്ന കൂദാശയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒറ്റ ഉത്തരവാണുള്ളത്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ, പരമമായ ലക്ഷ്യം അത് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പെട്ടെന്ന് വിവാഹം കഴിക്കുന്നവർ സ്വർഗരാജ്യമോ എന്ന് ചിന്തിക്കാം. എന്നാൽ അതാണ് സത്യം. വിവാഹം എന്ന കൂദാശയുടെ പരമമായ ലക്ഷ്യം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. വിശുദ്ധി പ്രാപിക്കുക, ആ വിശുദ്ധി പ്രാപിച്ച സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ലക്ഷ്യം. പൗരോഹിത്യം എന്ന കൂദാശ ഒരു വൈദികന് എങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് മാർഗമായി തീരുന്നു, അതുപോലെ തന്നെ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്ന ദമ്പതികൾക്ക് അവരുടെ വൈവാഹിക കൗദാശിക ജീവിതം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള മാർഗമാണ്. എന്ന് വെച്ചാൽ ദമ്പതികൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അവരുടെ വിവാഹം എന്ന കൂദാശയിലൂടെയാണ്. അങ്ങനെ ആ സ്വർഗരാജ്യ പ്രവേശനത്തിന് അവരെ ഒരുക്കുന്ന ഈ ഭൂമിയിലായിരിക്കെ വിവാഹ ജീവിതം അർത്ഥപൂർണമായി, തൃപ്തികരമായി, വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധിയിൽ ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിന് പരിശുദ്ധ സഭ നൽകുന്ന വലിയ കൃപയാണ് ഈ പ്രസാദവരം. അതുകൊണ്ട് വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്ന ദമ്പതികൾ അവർ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് ഈ പ്രസാദവരമാണ്. അഥവാ ഈ പ്രസാദവരത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വിവാഹം എന്ന കൂദാശയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കൂദാശകളിലൂടെ ലഭിക്കുന്നത് പ്രസാദവരമാണ്. എന്താണ് പ്രസാദവരം? പ്രസാദവരത്തെ നമുക്ക് ഏതാണ്ട് ഇങ്ങനെ മനസ്സിലാക്കാം. അത് പ്രത്യേകമായ വരവും സഹായവുമാണ്. പ്രത്യേകമായ വരവും സഹായവും, ഈ മൂന്ന് വാക്കുകൾക്കും പ്രസക്തിയുണ്ട്. പ്രത്യേകമായ എന്ന വാക്ക് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കൂദാശകളും പ്രസാദവരം തന്നെയാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേര് അവർ രോഗിലേവനം സ്വീകരിച്ചാൽ മതിയാവില്ലല്ലോ. എല്ലാ കൂദാശയിലും പ്രസാദവരമാണ് നൽകുന്നത് എന്നിരിക്കെ ഏതെങ്കിലും ഒരു കൂദാശ സ്വീകരിച്ചാൽ അത് മതിയാവില്ല. പകരം ഓരോ കൂദാശയും പ്രത്യേകമായ പ്രസാദവരങ്ങളാണ് നൽകുക. മാമോദീസ എന്ന കൂദാശ നൽകുന്ന പ്രസാദവരം ദൈവിക ജീവൻ പ്രാപിക്കുന്നതിനും ഉത്ഭവഭാവത്തിൽ നിന്ന് മോചനം നേടുന്നതിനും പരിശുദ്ധ സഭയുടെ ഭാഗമായി ഒട്ടിച്ചേർക്കുന്നതിനും വേണ്ടിയുള്ള പ്രസാദവരമാണ്. പരിശുദ്ധ കുംഭസാരത്തിന്റെ പ്രസാദവരം പാപം മോചിക്കപ്പെടുന്നതിനും വീണ്ടും പാപത്തിൽ വീഴാതെ ശക്തി പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ള പ്രസാദവരമാണ്. എന്നതുപോലെ വിവാഹത്തിന്റെ പ്രസാദവരം അത് പ്രത്യേകമായ ഒരു പ്രസാദവരമാണ്. അതെന്തിനു വേണ്ടിയുള്ളതാണ്? വിവാഹ ജീവിതം അർത്ഥപൂർണമായി നയിക്കുന്നതിന്, ദമ്പതികളെ ശക്തിപ്പെടുത്തുന്ന, കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തുന്നതിനു വേണ്ടി, സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നതിനു വേണ്ടി അവരെ ശക്തിപ്പെടുത്തുന്ന പ്രസാദവരമാണ് വിവാഹത്തിന്റെ കൗദാശിക പ്രസാദവരം. രണ്ടാമത് അത് ഒരു വരമാണ്, അഥവാ ഗിഫ്റ്റാണ്, സമ്മാനമാണ്. എന്ത് സമ്മാനമാണത്? എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്കുള്ള സമ്മാനം എന്നതിന്റെയും അപ്പുറത്ത് അത് അതിന്റെ നിയതമായ അർത്ഥത്തിൽ യഥാർത്ഥ സമ്മാനമാകുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്.
പ്രസാദവരത്തിൽ നൽകപ്പെടുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഈ കൃപാവരം യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് തന്നെയാകുന്ന ദാനത്തെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് ഈ വിവാഹ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ എല്ലാവരും ഇതേ വിവാഹം എന്ന കുദാശയുടെ പ്രസാദവർ സ്വീകരിച്ച് പോകുന്നവരല്ലേ? പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടാണ് ചിലരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാതിരിക്കുന്നു, ചിലരുടെ ജീവിതം അത് മങ്ങിപ്പോയിരിക്കും, ചിലരാണെങ്കിൽ വളരെ നന്നായിട്ട് ജീവിക്കും? എന്തുകൊണ്ടാണ് ഈ ഏറ്റക്കുറിച്ചിലൊക്കെ നടക്കുന്നത്? അതിന്റെ ഉത്തരം ഇതിന്റെ മൂന്നാമത്തെ എംഫസിസിൽ, മൂന്നാമത്തെ വാക്കിൽ തന്നെയുണ്ട്. ഇത് ഒരു സമ്മാനമാണ്, ഒരു ദാനമാണ്, അതോടൊപ്പം തന്നെ അതൊരു സഹായവുമാണ്. സഹായത്തിന്റെ പ്രത്യേകത ആ സഹായം സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ വളരണമെന്ന് ഇല്ല എന്നുള്ളതാണ്. ഒരു സഹായം, ഉദാഹരണത്തിന് നമ്മൾ ഒരാളെ സഹായിക്കുന്നു, ഒരു ദരിദ്രനായ ഒരു വ്യക്തിയെ സഹായിക്കുന്നു. ആ വ്യക്തി ആ സഹായം സ്വീകരിച്ച് വളരാൻ പരിശ്രമിക്കുന്നതിനനുസരിച്ചാണ് അദ്ദേഹത്തിന് വളർച്ച ഉണ്ടാകുന്നത്. അതേസമയം ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാളുണ്ട് കരുത്, ആ വ്യക്തിക്ക് എത്ര സഹായം കൊടുത്താലും അതിന് വളരാൻ യാതൊരു സാധ്യതയില്ല. സഹായം സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും അതുപയോഗിച്ച് വളരാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഈ പ്രസാദവരത്തിന്റെ സഹായം വലിയ ശക്തിയാണ്. അതുകൊണ്ട് പ്രസാദവരത്തിൽ സ്വീകരിക്കുന്നത് ഈ സഹായമാണെന്നുള്ള ബോധ്യം ദമ്പതികൾക്കുണ്ടാകണം. ഈ സഹായം നിരന്തരം സ്വീകരിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണം. എന്ന് പറയുമ്പോൾ പ്രസാദവരത്തിന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് കൂടെ പറയേണ്ടതുണ്ട്. വിവാഹം എന്ന കുദാശ സ്വീകരിക്കുന്ന ദമ്പതികൾ തങ്ങളുടെ ജീവിതകാലത്തേക്ക് മുഴുവൻ ആവശ്യമായ പ്രസാദവരം സ്വീകരിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയി അതിൽ നിന്ന് ഉപയോഗിച്ച് ജീവിക്കുകയാണ് എന്ന് ധരിക്കരുത്. പകരം പ്രസാദവരം നൽകപ്പെടുന്നു എന്ന് പറയുമ്പോൾ സഭ അർത്ഥമാക്കുന്നത് എങ്ങനെയാണ്? അത് ഒരർത്ഥത്തിൽ ഒരു ബന്ധം, ഒരു കണക്ഷൻ സ്ഥാപിക്കുകയാണ്. എവിടെ നിന്നാണ് പ്രസാദവരം നൽകപ്പെടുന്നത് ആ സ്ഥലത്ത് നിന്ന് മുടങ്ങാതെ, ഇടതടവില്ലാതെ, അനുസ്യൂതം ഈ പ്രസാദവരം ദമ്പതികളുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ചാനൽ സഭയിൽ സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ആ ചാനലിലേക്ക് മുട്ടി നിൽക്കുന്നവർക്കാണ് നിരന്തരം ഈ പ്രസാദവരം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഈ പ്രസാദവരത്തിന്റെ ഉറവിടം? എന്താണ് പ്രസാദവരത്തിന്റെ ഉറവിടം? പ്രസാദവരത്തിന്റെ ഉറവിടം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ് വിവാഹം കഴിപ്പിക്കുന്നത് എന്നതിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആരാണ് ദമ്പതികളുടെ വിവാഹം ആലോചിക്കുന്നത്? വിവാഹിതരായിരിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് നിങ്ങളുടെ വിവാഹം ആലോചിച്ചത്? ആരാണ് നിങ്ങളുടെ വിവാഹം അന്വേഷിച്ചത്? പെട്ടെന്ന് നമുക്ക് പറയാൻ തോന്നുന്ന ഉത്തരം എന്റെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, ചിലപ്പോൾ ബ്രോക്കർ, അങ്ങനെ പലരാണ് എന്റെ വിവാഹം ആലോചിച്ചത് എന്നൊക്കെ നമ്മൾ പറയും. യഥാർത്ഥത്തിൽ അവരൊക്കെ അതിന് സഹായിച്ച ആളുകൾ തന്നെയാണ്, ശരിയാണത്. പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് നിന്റെ വിവാഹം അന്വേഷിച്ചത്? ആരാണ് നിന്റെ വിവാഹം ആലോചന നടത്തിയത്? അതിന്റെ കൃത്യമായ ഉത്തരം ഇതാണ്: പരിശുദ്ധ സഭയാണ് നിങ്ങളുടെ വിവാഹം ആലോചിച്ചത്. ബന്ധുക്കളും സുഹൃത്തുക്കളും മാതാപിതാക്കളും ഒക്കെ അതിനെ സഹായിച്ചവർ മാത്രമാണ്. അതുകൊണ്ട് പരിശുദ്ധ സഭയിലുള്ള ഒരു ക്രമീകരണത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിതാണ് വിവാഹം വിളിച്ചു ചൊല്ലൽ, ഡാൻസ് അനൗൺസ് ചെയ്യൽ എന്നൊരു കാര്യം പരിശുദ്ധ സഭയിലുണ്ട്. അവിടെ എന്താണ് നടക്കുന്നത്? വൈദികൻ വിശുദ്ധ ബലി മധ്യേ അത് അനൗൺസ് ചെയ്യും. ഇന്ന രൂപതയിലെ, ഇന്ന ഇടവകയിലെ, ഇന്ന മാതാപിതാക്കളുടെ, ഇന്ന മകനും, ഇന്ന രൂപത, ഇന്ന ഇടവകയിലെ, ഇന്ന മാതാപിതാക്കളുടെ മകളും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. കാനൂനിക തടസ്സങ്ങളുണ്ടെങ്കിൽ അറിയിക്കേണ്ടതാണ്. വിവാഹത്തെ തടസ്സപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കേണ്ടതാണ്. ഇത് 3 തവണ സഭയിൽ 3 ഞായറാഴ്ചകളിൽ അഥവാ 3 കടമുള്ള ദിവസങ്ങളിൽ സഭയിൽ അനൗൺസ് ചെയ്യും. ദൈവജനത്തിന് മുഴുവനും ഇതിൽ വലിയൊരു പങ്കാളിത്തമുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് 2 പേരുടെ മാത്രം കാര്യമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവർ വിവാഹം ഉറപ്പിച്ച ശേഷം വൈദികന്റെ അടുത്ത് വന്ന്, ഇടവകാരിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങൾ വിവാഹം ഉറപ്പിച്ചിട്ടിരിക്കുന്നു, അച്ഛൻ വന്ന് നടത്തിത്തരണം. എന്നാൽ അങ്ങനെയല്ല. ഒരു പ്രാഥമികമായ അന്വേഷണമൊക്കെ നടത്തിയ ശേഷം ഇവർ വന്ന് വൈദികനെ അറിയിക്കും, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ ഈ കാര്യം സഭയോട് ആലോചിക്കും. പരിശുദ്ധ സഭയിൽ ഈ വിവാഹത്തെക്കുറിച്ച് അറിയിക്കും. അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ദൈവജനമാണ്. ഈ പറയുന്ന നല്ലൊരു കാര്യം ഓർക്കണം. ഒരു വിവാഹം അനൗൺസ് ചെയ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാനൂനിക തടസ്സമുണ്ട് എന്നിരിക്കട്ടെ. ആ വിവാഹം മുടങ്ങിപ്പോകണ്ട, ഞാൻ കാരണം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുന്നത് ദൈവഹിതമല്ല എന്നോർക്കണം. ദൈവാത്മാവാണ് ആ ഒരു അറിവ് അത് പുറത്ത് പറയണം, അത് വൈദികനെ അറിയിക്കണം എന്ന് നിങ്ങൾക്ക് പ്രചോദനം തരുന്നത്. അതിനെ ഗൗരവമായി എടുക്കണം. അത് ആ കുടുംബത്തിന്റെ, ആ വ്യക്തികളുടെ നന്മയ്ക്ക് വേണ്ടി, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടി അത് അറിയിക്കാനുള്ള കടമ നമുക്കുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. വീണ്ടും അങ്ങനെ സഭയിൽ വിവാഹം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഡാൻസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നടക്കുന്ന കാര്യം എന്താണ്? കാനൂനിക തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് പരിശുദ്ധ സഭ തന്നെ ഈ വ്യക്തികളെ വിവാഹത്തിന് വേണ്ടി ഒരുക്കും. വിവാഹത്തിന് വേണ്ടിയുള്ള ഒരു പരിശീലന സംവിധാനം തന്നെ പരിശുദ്ധ സഭയിലുണ്ട്. പ്രീ മാരിറ്റൽ കോഴ്സ് എന്നാണ് അതിന് പറയുക. പ്രീ മാരിറ്റൽ കോഴ്സ്.
അത് സഭയുടെ നിയമത്താൽ തന്നെ അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതാണ്. 3 ദിവസത്തിൽ കുറയാത്ത സഭയുടെ നിയമത്തെക്കുറിച്ചും കൗദാശികതയെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തിന്റെ കടമകളെക്കുറിച്ചും ഒക്കെ തുടങ്ങുന്ന സകല കാര്യങ്ങളും പഠിപ്പിക്കുന്ന വ്യക്തമായ ഒരു സിലബസ് ഉള്ള ഒരു വിവാഹ ഒരുക്ക കോഴ്സിലൂടെ ഈ ദമ്പതികളാകാൻ പോകുന്നവർ കടന്നു പോകണം. സഭയാണ് അവരെ പഠിപ്പിക്കുന്നത്. എന്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ദൗത്യം എന്ന് സഭ അവരെ പഠിപ്പിച്ചൊരുക്കും. കാരണം സഭയുടെ കുഞ്ഞുങ്ങളാണ്. യഥാർത്ഥ അപ്പനും അമ്മയും മാതാപിതാക്കൾ സഭയാണ്. അതുകൊണ്ട് തിരുസഭ അവരെ പഠിപ്പിച്ചൊരുക്കും. ഇനി അത് കഴിഞ്ഞാൽ അതുകൊണ്ടും തീരുന്നില്ല. അവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ ഇടവകയുടെ വികാരിക്ക് ചില ഗൗരവമായ കടമകളുണ്ട്. ആ വികാരിയച്ഛനാണ് ഇടവകയിലെ ഓരോ കുടുംബത്തിന്റെയും പിതൃസ്ഥാനത്ത് നിൽക്കുന്നത്. ആ വിവാഹത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദിയായിരിക്കുന്നതും ഈ വികാരിയച്ഛൻ തന്നെയാണ്. അച്ഛൻ സഭയുടെ നാമത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തികളെ വിളിക്കും. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ ഈ വിവാഹാർത്ഥിയോട് ചോദിച്ചറിയും. അത് ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ ഗൗരവപൂർണമായ ഒരു ഉത്തരവാദിത്തമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, നമസ്കാരം കേൾക്കാൻ പോവുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ആ പേര് അത്ര ശരിയായ ഒരു പേരല്ല. നമസ്കാരം കേൾക്കൽ അല്ല, മാത്രമല്ല അതിനകത്ത് നടക്കുന്നത്. അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അച്ഛൻ വിളിച്ച് പല കാര്യങ്ങളൊക്കെ ചോദിച്ചു, അവസാനം പ്രാർത്ഥനകളും ചോദിച്ചു. ഇറങ്ങി വന്നപ്പോ എന്താ അച്ഛൻ ചോദിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും അച്ഛൻ പ്രാർത്ഥനകളൊക്കെ ചോദിച്ചു, നമസ്കാരങ്ങളൊക്കെ അറിയാമെന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് നമസ്കാരം കേൾക്കൽ അങ്ങനെ ഒരു പേര് അതിന് വന്നു ഭവിച്ചതാണ്. യഥാർത്ഥത്തിൽ ആ പ്രക്രിയയുടെ ആ കർമ്മത്തിന്റെ പേര് പ്രീനിപ്ഷ്യൽ എൻക്വയറി എന്നാണ്, വിവാഹപൂർവ്വ അന്വേഷണം. അത് ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ ഉത്തരവാദിത്വമാണ്. കാരണം അദ്ദേഹമാണ് ആ വിവാഹം നടത്തി കൊടുക്കുന്നതിന്റെ ഉത്തരവാദി. ആ ഇടവകയുടെ അപ്പനായിരിക്കുന്ന വികാരിയച്ഛൻ, അവിടുത്തെ അജപാലകനായിരിക്കുന്ന അദ്ദേഹത്തിന് നിക്ഷിപ്തമായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ഗൗരവമുള്ള ഒരു ശുശ്രൂഷയാണിത്. അതിനുവേണ്ടി വിളിപ്പിച്ച ശേഷം അച്ഛൻ വിവാഹത്തെ സംബന്ധിക്കുന്ന അനേകം കാര്യങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കും. വിവാഹത്തെ സംബന്ധിക്കുന്ന സഭാ നിയമങ്ങളെക്കുറിച്ച്, വൈവാഹിക കാര്യങ്ങളെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ അറിവിനെക്കുറിച്ച്, അതിനേക്കാൾ ഉപരിയായി പഠിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമുണ്ടോ, ആ വിവാഹാർത്ഥിക്ക് ബോധ്യമുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിക്കും. അങ്ങനെ വിവാഹത്തെ സംബന്ധിക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും ഉത്തമമായ ബോധ്യവും അറിവും പരിശീലനവും നേടിയിട്ടുണ്ടോ ഈ വ്യക്തി, അങ്ങനെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചറിയേണ്ടത് അച്ഛന്റെ കടമയാണ്. അച്ഛനത് ചെയ്യും. ഇനി അതുകൊണ്ടും തീരുന്നില്ല. അച്ഛൻ ഈ ചോദിച്ച കാര്യങ്ങളൊക്കെ ചോദ്യാവലി പോലെ തയ്യാറാക്കിയിരിക്കുന്ന രൂപതയുടെ ഒരു സത്യവാങ്മൂലം പേപ്പറുണ്ട്. അതിനകത്ത് ധാരാളം ചോദ്യങ്ങളുണ്ട്. ആ ഓരോ ചോദ്യവും ഈ വിവാഹാർത്ഥി സ്വന്തം കൈപ്പടയിൽ അതിൽ ഉത്തരം കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തെ സംബന്ധിക്കുന്ന തടസ്സങ്ങളെ കുറിച്ചുള്ള അറിവ്, വിവാഹത്തിനുള്ള തന്റെ യോഗ്യതയെക്കുറിച്ചുള്ള ബോധ്യം, ഇങ്ങനെ തുടങ്ങുന്ന അനേകം കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതെല്ലാം എഴുതി വൈദികന്റെ മുൻപിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത് അതിൽ ഒപ്പിട്ട് അദ്ദേഹം വിവാഹാർത്ഥി അത് പള്ളിയിൽ ഏൽപ്പിക്കും. അത് എല്ലാ കാലത്തേക്കും അത് സൂക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇനി ഈ വിവാഹപൂർവ്വ അന്വേഷണമൊക്കെ നടത്തുന്നത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അപൂർവം ചില ആളുകളെങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തിനാണ് ഇതുപോലെ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്, പഠിപ്പിക്കുന്നു, തിരിച്ചു വരുന്നു, അച്ഛൻ ഈ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നു, എന്നെ അറിയാവുന്നതല്ലേ, ഞാൻ പള്ളിയിലൊക്കെ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ, എന്നിട്ടും അച്ഛനോട് ഒരു കരുണയും ഇല്ലാതെ ഇതൊക്കെ ചോദിച്ചല്ലോ എന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് നമ്മൾ അറിയേണ്ടത് ഇത് ആർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കല്യാണം കഴിക്കാൻ പോലെ എനിക്ക് വേണ്ടി, എന്നാൽ അങ്ങനെയല്ല. വിവാഹം കഴിക്കാൻ പോകുന്ന നിനക്ക് വേണ്ടിയല്ല നിന്റെ വികാരിയച്ഛൻ ആ കാര്യം ചെയ്യുന്നത്. പകരം നിന്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന മറ്റേ വ്യക്തിക്ക് ചില അവകാശങ്ങളുണ്ട്. ആ വ്യക്തിയുടെ അവകാശമാണ്. നീ ഒരു ആൺകുട്ടിയാണെങ്കിൽ, ഒരു വിവാഹത്തിന് ഒരുങ്ങുന്ന വരനാണെങ്കിൽ, നിന്റെ വധുവാകാൻ പോകുന്ന ആ വ്യക്തിക്ക് ചില അവകാശങ്ങളുണ്ട്. അവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി വിവാഹത്തെക്കുറിച്ച് ബോധ്യമുള്ളയാളും കത്തോലിക്ക വിവാഹത്തിന് ഒരുക്കപ്പെട്ടിട്ടുള്ളയാളും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ കഴിവുകളുള്ളയാളും ആയിരിക്കണം എന്നുള്ളത് ആ വ്യക്തിയുടെ അവകാശമാണ്. യഥാർത്ഥത്തിൽ ആ ആളുടെ അവകാശമാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് അച്ഛന് നിങ്ങളെ അറിയാമെന്നുള്ളത് കൊണ്ടോ, അച്ഛന് നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, പ്രാർത്ഥിക്കുന്നയാളാണ്, പള്ളിയിൽ വരുന്ന ആളാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളത് കൊണ്ടോ ഇതിനകത്ത് വീഴ്ച വരുത്താൻ അച്ഛന് അവകാശമില്ല. അങ്ങനെ വീഴ്ച വരുത്തിയാൽ അച്ഛൻ അവകാശ ലംഘനം നടത്തുന്നത്, അനീതി കാണിക്കുന്നത് നിന്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന മറ്റേ വ്യക്തിയോടായിരിക്കും. അതുകൊണ്ട് സഭ വികാരിയച്ഛനെ ഫലം ഏൽപ്പിച്ചിരിക്കുന്ന വളരെ ഗൗരവമാർന്ന ഒരു ദൗത്യമാണ് ഈ പ്രീനിപ്ഷ്യൽ എൻക്വയറി നടത്തുക എന്നുള്ളത്. ആ സമയത്താണ് ഈ വ്യക്തി വിവാഹത്തിന് അനുവദിക്കപ്പെടാമോ, വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാമോ എന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സഭയുടെ നാമത്തിൽ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാലാണ് വിവാഹത്തിലേക്ക് ഈ വ്യക്തിയെ അയക്കാനായിട്ട് സഭയ്ക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു വന്നത്,
തിരുസഭയാണ് രണ്ട് വ്യക്തികളെ ദാമ്പത്യത്തിലേക്ക് ഒരുമിച്ച് ചേർക്കുന്നത്. സഭയാണ് അവരുടെ വിവാഹം അന്വേഷിക്കുന്നത്. സഭയാണ് അവരെ വിവാഹിതരാക്കുന്നത്, അവരെ വിവാഹം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രസാദവരത്തിന്റെ ഉറവിടം അത് പരിശുദ്ധ സഭയാണ്. പരിശുദ്ധ സഭയാകുന്ന പ്രസാദവരത്തിന്റെ ഉറവിടത്തോട് ഇവരെ പ്രത്യേകമായ വിധത്തിൽ ബന്ധിപ്പിക്കുകയാണ് വിവാഹം എന്ന കൂദാശയിൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ വിവാഹത്തിന്റെ കൂദാശയുടെ സമയം മുതൽ ഈ ദമ്പതികളിലേക്ക് അനുസ്യൂതം പരിശുദ്ധ സഭയിൽ നിന്ന് പ്രസാദവരം ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, തിരുസഭയാണ് വിവാഹം കഴിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പൗലോസ് ശ്ലീഹ അതിനെക്കുറിച്ച് കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എഫെസോസുകാർക്ക് ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയും, വിവാഹത്തെക്കുറിച്ചുള്ള ദീർഘമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയും, ഞാനിത് മുഴുവനും പറഞ്ഞത് സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ്. തിരുസഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് വിവാഹത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ സഭയോടുള്ള ബന്ധത്തിൽ എപ്പോൾ വിള്ളൽ വന്നാലും വിള്ളൽ വീഴുന്നത്, ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് ഈ കൃപാവരത്തിന്റെ ഒഴുക്കിനോടാണ്. അഥവാ പരിശുദ്ധ സഭയിൽ നിന്ന് ഒരു വ്യക്തി അകലുമ്പോൾ, ഒരു കുടുംബം അകലുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് സഭയോടുള്ള ബന്ധം മാത്രമല്ല, അവർക്ക് വിവാഹത്തിൽ ലഭിച്ച പ്രസാദവരത്തിലുള്ള നിലനിൽപ്പ് കൂടിയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് വിവാഹിതരാകാൻ പോകുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കുകയും ബോധ്യപ്പെട്ടിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി വിവാഹത്തെ സംബന്ധിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഒരു വ്യക്തിക്ക്, വിവാഹിതരായിരിക്കുന്ന ദമ്പതികൾക്ക് അവരുടെ വിവാഹ ബന്ധത്തെ വേർതിരിക്കാൻ കഴിയുക? അഥവാ എന്ത് പ്രതിസന്ധികളിലൂടെ, ഏതുതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലാണ്, ഏതുതരം പ്രശ്നങ്ങൾ നേരിട്ടാലാണ് അവർക്ക് വിവാഹത്തിൽ നിന്ന് വേർപിരിയാൻ കഴിയുന്നത്? യഥാർത്ഥത്തിൽ കത്തോലിക്ക വിശ്വാസികളായിരിക്കുന്ന ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ട, ഓർത്തിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട യാഥാർത്ഥ്യം പരിശുദ്ധ സഭയിൽ വിവാഹമോചനം എന്നൊന്ന് ഇല്ല എന്നുള്ളതാണ്. തിരുസഭയിൽ യാതൊരു സാഹചര്യത്താലും, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും, എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നാലും വിവാഹ ബന്ധത്തെ വേർപെടുത്തുക എന്നൊരു കാര്യമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർത്താവിന്റെ തന്നെ പ്രബോധനത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യമാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഒരു വിവാഹത്തിൽ ദമ്പതികളെ ഒരുമിപ്പിച്ച് ചേർക്കുന്നത് ദൈവം തന്നെയാണ്. അങ്ങനെ ദൈവം ബന്ധിപ്പിച്ച രണ്ട് വ്യക്തികളെ, ദൈവം ഒരുമിച്ച് ചേർത്ത ഒരു വിവാഹ ബന്ധത്തെ വേർപിരിക്കാൻ മനുഷ്യന് അധികാരമില്ല, നമുക്ക് ആർക്കും അധികാരമില്ല. അതുകൊണ്ട് തന്നെ തിരുസഭ വ്യക്തമായി ഇങ്ങനെ വിശ്വസിക്കുന്നു, ബോധ്യപ്പെടുന്നു, പഠിപ്പിക്കുന്നു, തിരുസഭയിൽ വിവാഹമോചനം എന്നൊരു കാര്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ രൂപതാ കോടതികൾ, ഡയസഷൻ ട്രൈബ്യൂണലുകളിലൊക്കെ വിവാഹ കേസുകൾ നടക്കുന്നതിനെ കുറിച്ചും, അങ്ങനെ പിന്നീട് അവരെയൊക്കെ പിരിച്ചു, ഇപ്പോൾ അവര് പിരിഞ്ഞ് വേറെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് അപ്പോൾ അവിടെ നടക്കുന്നത്? അവിടെ നടക്കുന്ന യഥാർത്ഥത്തിൽ നടന്ന ഒരു വിവാഹത്തെ വേർതിരിക്കുകയല്ല. ഒരു വിവാഹ കോടതിയിൽ ഡയസഷൻ ട്രൈബ്യൂണലിൽ കൈകാര്യം ചെയ്യുന്നത് വിവാഹത്തിന്റെ സിവിൽ പരമായ കാര്യങ്ങളെക്കുറിച്ചല്ല എന്ന് നമുക്കറിയാം. പകരം അതിന്റെ സക്രമെന്റാലിറ്റിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്, അഥവാ അതിന്റെ കൗദാശികതയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. വിവാഹത്തിന്റെ കോടതിയിൽ, ഈ ഡയസഷൻ ട്രൈബ്യൂണലിൽ എന്താണ് നടക്കുന്നത്? വിവാഹത്തെ സംബന്ധിക്കുന്ന ഒരു കേസ് രൂപത കോടതിയിൽ, ഡയസഷൻ ട്രൈബ്യൂണലിൽ ഒക്കെ വന്നു കഴിയുമ്പോൾ അവർ പരിശോധിക്കുന്നത് ഇത് വിവാഹമോചനം നൽകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല. പകരം അവിടെ പരിശോധിക്കപ്പെടുന്നത് ഇതാണ്, ഈ വിവാഹം യഥാർത്ഥത്തിൽ നടന്നിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഈ വിവാഹം യഥാർത്ഥത്തിൽ നടന്നിരുന്നോ ഇല്ലയോ? നമ്മളെ അത് അത്ഭുതപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം വിവാഹം നടന്നു എന്ന് നമ്മളൊക്കെ കണ്ടതാണ്. ദേവാലയത്തിൽ ഒരു വിഷയം നടന്ന ആ വിവാഹത്തിൽ നമ്മൾ പോയി പങ്കെടുക്കുകയും ചെയ്തതാണ്. അങ്ങനെ എല്ലാ തിരുക്രമങ്ങളും പൂർത്തിയാക്കിയ ഒരു വിവാഹം അത് ശരിക്കും നടക്കാതിരിക്കുന്നത് എങ്ങനെ എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതറിയണമെങ്കിൽ എന്താണ് വിവാഹം, അഥവാ എപ്പോഴാണ് വിവാഹം നടക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ അറിയണം. ഒരു വിവാഹ തിരുക്രമത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾക്ക് ധാരാളം കാര്യങ്ങൾ അതിൽ കാണാൻ ഇടയുണ്ട്. ദമ്പതികള് വിവാഹത്തിന് വരുന്നു, മോതിരം മാറുന്നു, താലി കെട്ടുന്നു. സിറ മലബാർ ക്രമത്തിലൊക്കെയാണെങ്കിൽ വിശുദ്ധ കുർബാനയോട് കൂടിയാണ് വിവാഹം നടക്കുന്നത്. വൈദികന്റെ ആശീർവാദമുണ്ട്. അങ്ങനെ ഒട്ടനവധി, കഴിയുമ്പോൾ വിരുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ വിവാഹം എന്ന കൂദാശയോട് ചുറ്റിപ്പറ്റി വിവാഹം എന്ന കൂദാശയിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇതിൽ ഏത് കാര്യമാണ് പൂർണ്ണമായ അർത്ഥത്തിൽ വിവാഹത്തിന്റെ കേന്ദ്രമായി നിൽക്കുന്നത്? അഥവാ ഇതിൽ ഏത് നടക്കുമ്പോഴാണ് വിവാഹമാകുന്നത്? അഥവാ ഇതിൽ ഏത് നടന്നില്ലെങ്കിൽ വിവാഹമാകാതിരിക്കും? ചിലർ വിചാരിക്കാറുണ്ട് താലികെട്ടലാണ് നിൽക്കുന്നത്, വിവാഹത്തിന്റെ കേന്ദ്രഭാഗം താലികെട്ടലാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ താലി കെട്ടാൻ മറന്നുപോയാൽ പോലും അത് വിവാഹമാകും.
നമുക്കറിയാമല്ലോ, ഭാരതത്തിലാണ് താലികെട്ടൽ എന്നൊരു സമ്പ്രദായം വിവാഹമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. യൂറോപ്യൻ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭയിൽ താലികെട്ടൽ ഒന്നുമില്ല. അത് വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എങ്കിൽ പോലും അതല്ല അതിന്റെ പരമപ്രധാനമായ ഘടകം. വിവാഹത്തിന്റെ പരമപ്രധാനമായ ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊന്നുമല്ല, പകരം മറ്റൊരു കാര്യമാണ്. വിവാഹത്തിൽ നടക്കുന്ന ഉഭയസമ്മതം അഥവാ മ്യൂച്വൽ കൺസെന്റ് ആണ് വിവാഹത്തെ വിവാഹമാക്കുന്ന ഘടകം. വിവാഹത്തിന്റെ കുദാശ പരികരണം ചെയ്യുന്നതിന്റെ മധ്യേ കാർമികൻ വന്നു നിൽക്കുന്ന വധൂവരന്മാരോട് ഇങ്ങനെ ചോദിക്കും: ഈ നിൽക്കുന്ന ഇന്ന വ്യക്തിയെ പൂർണ്ണമായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും കൂടെ നീ നിന്റെ ഭാര്യയായി അഥവാ ഭർത്താവായി സ്വീകരിക്കുന്നു? ആ ചോദ്യത്തിന് സഭയുടെ മധ്യത്തിൽ വിശുദ്ധ അൾത്താരയ്ക്ക് മുൻപാകെ ദൈവസന്നിധിയിൽ അവർ കൊടുക്കുന്ന മറുപടിയാണ് അവരുടെ വിവാഹം. വരൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ, ഭാര്യയായി സ്വീകരിക്കാൻ എനിക്ക് സമ്മതമാണ് എന്ന് കൊടുക്കുന്ന സമ്മതം നൽകലും അവളത് സ്വീകരിക്കലും രണ്ടും കൂടി ചേരുന്നതാണ്. ഒരാളുടെ സമ്മതം കൊടുക്കലും മറ്റേ വ്യക്തിയെ സ്വീകരിക്കലും. അങ്ങനെ ഈ രണ്ടുപേരും പരസ്പരം കൊടുക്കുന്ന സമ്മതത്തെയാണ് ഉഭയസമ്മതം എന്ന് വിളിക്കുന്നത്. പരസ്പര സമ്മതം, മ്യൂച്വൽ കൺസെന്റ്. ഈ ഒരു പ്രവൃത്തിയാണ് വിവാഹത്തിന്റെ കേന്ദ്ര ബിന്ദു. അഥവാ ഈ ഒരു കാര്യം നടക്കുമ്പോഴാണ് വിവാഹം നടക്കുന്നത്. ഈ ഒരു കാര്യം നടന്നില്ലെങ്കിൽ വിവാഹം നടക്കാതെ ഇരിക്കും. അപ്പോൾ വിവാഹം നടന്നു എന്ന് നമ്മുടെ കണ്ണിലൊക്കെ കാണപ്പെട്ട ഒരു വിവാഹം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നടക്കാതിരിക്കും. വിവാഹ കോടതി അതാണ് പരിശോധിക്കുന്നത്. വിവാഹം നടന്നോ ഇല്ലയോ, അഥവാ വിവാഹം നടന്നതുപോലെ നമ്മൾ കണ്ട ആ വിവാഹം സാധുവായിരുന്നോ അല്ലയോ, അസാധുവായോ. നൾ ആൻഡ് വോയിഡ് എന്ന പദമാണ് അതിന് ഉപയോഗിക്കുന്നത്. അസാധുവായി തീരുക, നൾ ആൻഡ് വോയിഡ് ആയി തീരുക. എന്താണ് അസാധുവാകുക എന്ന് പറഞ്ഞാൽ? ഉദാഹരണം, നമുക്ക് പരിചയമുള്ള ഉദാഹരണം എടുക്കാം. പണ്ട് ബാലറ്റ് പേപ്പർ വഴി വോട്ട് ചെയ്തിരുന്നത് നമുക്ക് പരിചയമുണ്ട്. അവിടെ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു ബാലറ്റ് പേപ്പർ കൊടുക്കും, ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു സീല് കൊടുക്കും. ആ വ്യക്തി അതിൽ വോട്ട് ചെയ്ത് ബാലറ്റ് ബോക്സിനകത്ത് നിക്ഷേപിക്കും. അത് വളരെ രഹസ്യമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തി ബാലറ്റ് പേപ്പർ വാങ്ങി അകത്ത് പോയി 2-3 പേർക്ക് വോട്ട് ചെയ്തിട്ട് അതിനെ നിക്ഷേപിച്ചിട്ട് പോരുന്നു കരുതുക. പ്രകടമായ സാഹചര്യത്തിൽ ഈ വ്യക്തി വോട്ട് ചെയ്തതായിട്ട് കാണപ്പെടുന്നു. എല്ലാവരുടെയും മുൻപിൽ ബാലറ്റ് പേപ്പർ സ്വീകരിച്ചിട്ടുണ്ട്, സീല് ചെയ്തിട്ടുണ്ട്, മടക്കിയതിനകത്ത് ഇട്ടിട്ടുണ്ട്, അദ്ദേഹം വോട്ട് ചെയ്യാൻ ഒരുങ്ങി വന്നിരിക്കുന്നു. അങ്ങനെ സകല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ വോട്ടെണ്ണുന്ന സമയത്ത് ഇതിനെ വോട്ടായിട്ട് കണക്കാക്കില്ല. അവിടെ വോട്ടിംഗ് നടന്നിട്ടില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത്? ഗൗരവമുള്ള എന്തോ ഒരു എറർ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ വിവാഹം നടന്നിട്ടില്ല. എന്നതുപോലെ വിവാഹം എന്ന കൂദാശ പരികരണം ചെയ്യപ്പെട്ട സമയത്ത് ഗൗരവമുള്ള ഒരു എറർ, വിവാഹത്തിന്റെ സാധുതയെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു എറർ, വിവാഹത്തിന്റെ കേന്ദ്ര ബിന്ദുവിനെ സ്പർശിക്കുന്ന ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് വിവാഹത്തിന്റെ കോടതി പരിശോധിക്കുന്നത്. ഇത് പരിശോധിക്കുന്നതിന് കോടതിയുടേതായ മാർഗങ്ങളുണ്ട്. അനേക സാക്ഷികളെ വിസ്തരിക്കും, വിവാഹം കഴിച്ചിരിക്കുന്ന ദമ്പതികളെ വിസ്തരിക്കും, അങ്ങനെ അവരുടെ മൊഴികൾ സ്വീകരിക്കും, അതിനെക്കുറിച്ച് വിശദമായി പഠിക്കും. അങ്ങനെ ഇതെല്ലാം പൂർത്തീകരിച്ച ശേഷം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ ഈ വിവാഹം നടന്നിരുന്നോ ഇല്ലയോ എന്ന് സഭ വിധി പ്രഖ്യാപിക്കും. ചില സാഹചര്യങ്ങൾ, വിവാഹത്തെ നടക്കാതെ പോകുന്ന, വിവാഹം അസാധുവായി തീരുന്ന സാഹചര്യങ്ങളുടെ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഉദാഹരണത്തിന്, മാനസിക രോഗിയായിരിക്കുന്ന ഒരാൾ, മാനസിക രോഗമുണ്ടായിരിക്കുന്ന ഒരാൾ, അത് വിവാഹത്തിന് മുൻപുണ്ടായിരിക്കുകയും വിവാഹ സമയത്ത് തുടരുകയും ചെയ്യുന്ന മാനസിക രോഗത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് വിവാഹം കഴിക്കാൻ പറ്റും, സാധുവായി വിവാഹം കഴിക്കാൻ പറ്റും. നമുക്ക് തോന്നും അത് അയാളുടെ കുഴപ്പം കൊണ്ടല്ലോ അദ്ദേഹം രോഗിയായി തീർന്നത്, അദ്ദേഹം രോഗിയായിട്ട് ജനിച്ചു, ആ വ്യക്തിക്ക് മാനസികമായ അവകാശങ്ങളൊക്കെ ഇല്ലെങ്കിൽ വിവാഹം കഴിച്ചുകൂടാ. അതിന്റെ പ്രശ്നം ഇതാണ്: ഈ രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരാൾക്ക് സാധുവായ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ ഒരു വാഗ്ദാനം കൊടുക്കാൻ കഴിയില്ല, ഒരു സമ്മതം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ കൊടുക്കാൻ കഴിയില്ല. അതിനുള്ള മാനസികമായ കഴിവ്, ശേഷി അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആയിരിക്കെ അദ്ദേഹം സമ്മതം കൊടുക്കുന്നത് പോലെ കാണപ്പെട്ടാലും, എനിക്ക് സമ്മതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞാലും, അത് യഥാർത്ഥത്തിൽ അതൊരു കൺസെന്റ് നൽകലാകുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ വിവാഹം അസാധുവായിരിക്കും. പിന്നീട് അതിന്റെ കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ ചില മെഡിക്കൽ ടെസ്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്ത ശേഷം ഈ വ്യക്തി മാനസിക രോഗാവസ്ഥയിലായിരുന്നു, പൂർണ്ണമായ അറിവോടും ബോധ്യത്തോടും കൂടെ അല്ല ഈ കൺസെന്റ് കൊടുത്തത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന പക്ഷം സഭ ആ വിവാഹം നടന്നിരുന്നതേ ഇല്ല എന്ന് പ്രഖ്യാപിക്കും. അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹശേഷം ഉണ്ടാകുന്ന ഒരു അസുഖം, മാനസിക രോഗം തന്നെ വിവാഹശേഷം സംഭവിച്ചെന്ന് കരുതുക, അത് വിവാഹത്തിന് സാധുതയെ ബാധിക്കുന്നില്ല. കാരണം ആ സമ്മതം കൊടുത്ത സമയത്ത് ആ വ്യക്തി പൂർണ്ണമായ ബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. അത് പിന്നീട് അത് രോഗമാണ്. ആ രോഗം സംഭവിച്ചു കഴിഞ്ഞാൽ രോഗിയെ സ്വീകരിക്കുകയും രോഗിയെ ശുശ്രൂഷിക്കുകയും ചെയ്യാനുള്ള കടമയാണ് ദമ്പതികൾക്കുള്ളത് എന്ന കാര്യം നമ്മൾ ഓർക്കണം.
ഇനി അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരാവുന്ന മറ്റൊരു ചോദ്യമാണ്, ഇടക്കാലത്ത് മാത്രം രോഗം വരികയും ഇടയ്ക്ക് മാറുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇങ്ങനെ സങ്കല്പിക്കുക, 6 മാസം രോഗാവസ്ഥയിലായിരിക്കുന്നു, പിന്നെ 6 മാസം സുഖമായിട്ട് ജീവിക്കുന്നു, വീണ്ടും രോഗാവസ്ഥ, അങ്ങനെ ജീവിക്കുന്ന ഒരാളെന്ന് കരുത്. ഈ വ്യക്തിയുടെ വിവാഹം നടക്കുന്നത് സുഖമായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ വിവാഹത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ശരിയാണ്, അദ്ദേഹം ആ സമയത്ത് കൊടുക്കുന്ന സമ്മതം അത് പൂർണ്ണമായ അറിവോടുകൂടിയുള്ള സമ്മതം തന്നെയാണ്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഈ വ്യക്തി കൊടുത്ത ഈ സമ്മതത്തെ പൂർത്തിയാക്കാനുള്ള സാഹചര്യം ആ വ്യക്തിക്ക് ഇല്ലാതിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഇതിന്റെ സാധുതയെ ബാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യമാണ് ബൗദ്ധികമായ ശേഷിക്കുറവുണ്ടായിരിക്കുക. ബുദ്ധിമാന്ദ്യം എന്ന് പറയുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. അപ്പൊ ആ വ്യക്തി ഒരുപക്ഷെ സമ്മതമാണെന്ന് ചോദിച്ചാൽ സമ്മതമാണ് എന്ന് പ്രകടിപ്പിക്കുന്നിരിക്കാം. പക്ഷേ അതിന്റെ ഉള്ളർത്ഥങ്ങളെ കുറിച്ച് ഗ്രഹിക്കാനോ പൂർണ്ണമായ ബോധത്തിൽ നിന്ന് അത് കൊടുക്കാനോ അദ്ദേഹത്തിന് കഴിവില്ലാതിരിക്കെ അത് കൊടുത്താൽ തന്നെയും അത് അസാധുവായി തീരും. അപ്പൊ ആ സമയത്ത് ചിലർ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ആ ആൾക്ക് മാനസികവുമുണ്ട്, എനിക്കത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ബുദ്ധിമാനുണ്ട്, എനിക്കത് പ്രശ്നമല്ല. ജീവിത പങ്കാളി ഞാൻ പോകുന്ന വ്യക്തി പറയുകയാണ് എനിക്കൊന്നും പ്രശ്നമില്ല, ഞാനത് അങ്ങനെ തന്നെ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. അപ്പൊ എന്താവും അതിന്റെ സ്ഥിതി? അത് സമ്മതമാണെങ്കിലും ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് കുഴപ്പമില്ലെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഒന്നും ഈ യാഥാർത്ഥ്യത്തിന് മാറ്റം വരുന്നില്ല, ആ വ്യക്തിയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് എനിക്കിത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം വിവാഹം സാധുവായി തീരുകയില്ല. ആ സാധുവായ ഒരു വിവാഹം അവിടെ നടക്കില്ല. മറ്റൊരു സാഹചര്യം ഒരു മുൻവിവാഹം നിലനിൽക്കുന്ന അവസ്ഥയാണ്. വിവാഹത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ഒരു സ്ഥലത്ത് വിവാഹം കഴിച്ചിട്ടുണ്ട്, വിദേശ രാജ്യത്തായിരുന്നു, അവിടെ ഒരു സിവിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് വിവാഹം കഴിച്ചു. അതിനുശേഷം അവർ പിരിയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. വീണ്ടും വന്നിട്ട് വിവാഹം കഴിക്കാനായിട്ട് ഒരുമിച്ച് ജീവിക്കാതെ അവര് രണ്ടുപേരും തങ്ങളുടെ തന്നെ ഇഷ്ടപ്രകാരം ഒരു വഴിക്ക് പോയി, അല്ലെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് വന്ന് വേറെ വിവാഹം കഴിക്കുന്നു. ഒരു മുൻവിവാഹം നിലനിൽക്കുന്നത് കൊണ്ട് രണ്ടാമത് നടന്ന വിവാഹം അസാധുവായി തീരും. ആ വിവാഹം നടന്നിട്ടില്ല എന്ന് സഭ പ്രഖ്യാപിക്കും. അതുപോലെ വിവാഹം അസാധുവാകുന്ന വിവിധമായ സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പൗരോഹിത്യം പോലുള്ള ജീവനാന്തത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സാധുവായി വിവാഹം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ധാരാളം സാഹചര്യങ്ങളുണ്ട്. ഇനി പൊതുവിൽ സംഭവിക്കാറുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിർബന്ധം അഥവാ ഫോഴ്സ്. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാം. ഒരു ഉദാഹരണം പറയാം. ഒരു കുടുംബം, അമ്മയും മകളും മാത്രമുള്ള ഒരു കുടുംബമാണെന്ന് കരുതുന്നത്. ഈ മകളുടെ കല്യാണം ഒത്തിരി നാളായിട്ട് അന്വേഷിച്ചു, വിവാഹം ഒന്നും നടക്കാതിരിക്കുന്നു. കാരണം സാമ്പത്തിക പ്രതിസന്ധി, അമ്മയുടെ രോഗമൊക്കെ കൊണ്ട് ഒരു വിവാഹം നടത്താനുള്ള ശേഷി അവർക്കില്ല. എല്ലാവരും സ്ത്രീധനം ചോദിക്കുന്നു, അങ്ങനെ വിവാഹം നടക്കാതെ പോകുന്നു. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ ഒരു ക്രിമിനലൊക്കെ ആയിട്ടുള്ള ഒരാളാണെന്ന് കരുത്, മോശമായ ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ. ഈ വ്യക്തി പറയും എനിക്ക് പൈസ തരുമൊന്നും വേണ്ട, എനിക്കൊന്നും തരണ്ട, ഞാൻ കെട്ടിക്കോളാം എന്ന് പറയുന്നു. അപ്പൊ അമ്മ കുറെ ആലോചിച്ചിട്ട് അമ്മയ്ക്ക് മനസ്സിലായി എന്റെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരുടെയെങ്കിലും കയ്യിൽ കൊച്ചിനെ പിടിച്ചേൽപ്പിച്ചില്ലെങ്കിൽ എന്താകും സ്ഥിതി, പിന്നെ ഇവന് റോളൊക്കെ ഉണ്ടെങ്കിലും അവൾ അവിടെ നോക്കാൻ സന്നദ്ധനായിട്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇവരോട് സംസാരിക്കുന്നു. അപ്പൊ അവള് പറയാൻ തരുന്നത് എനിക്ക് ഒരിക്കലും ഇത് സമ്മതിക്കാൻ പറ്റില്ല, എനിക്കൊരിക്കലും വിവാഹത്തിന് സമ്മതമല്ല. അപ്പൊ അമ്മ പറയാവുന്നതെല്ലാം പറഞ്ഞു. പിന്നെ ആരെ നോക്കിയിട്ടാണ് നീ ഇരിക്കുന്നത്, നമ്മുടെ സ്ഥിതിയൊക്കെ നമുക്കറിയണ്ട, പിന്നെ നീ നന്നായിട്ടൊന്ന് പരിശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നന്നാക്കി എടുക്കാമല്ലോ എന്ന് പറഞ്ഞ ഉപദേശങ്ങളൊക്കെ അമ്മ കൊടുത്തു. അവൾ സമ്മതിക്കാതിരിക്കുന്നു. ഏറ്റവും അവസാനം അമ്മ ഇങ്ങനെ പറയണമെന്ന് കരുതുക, നീ ഒന്നുകിൽ വിവാഹത്തിന് സമ്മതിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തുണിച്ചാവും, ഞാൻ മരിക്കും, ഞാൻ ആത്മഹത്യ ചെയ്യും, എന്റെ മരണശേഷം നിനക്ക് എന്ത് വേണം ചെയ്യാം, ഞാൻ ഒരു ഡേറ്റ് തീരുമാനിക്കും, ആ സമയത്ത് വിവാഹം നടത്താനുള്ള കാര്യം നടക്കും, നീ ഇതാരോടും പറയാനും നിൽക്കണ്ട, ഒന്നുകിൽ എന്റെ മരണം നിന്റെ മുമ്പിലുണ്ട്, അല്ലെങ്കിൽ നിന്റെ വിവാഹം. അവൾ കുറെ ദിവസം ഇരുന്ന് കരഞ്ഞ് അവസാനം ഇത് തീരുമാനിച്ചു, എന്തെങ്കിലും ആട്ടെ. അങ്ങനെ വിവാഹത്തിന്റെ സമയത്ത് അൾത്താരിന്റെ മുൻപിൽ വന്നു. കാർമ്മികൻ വിവാഹത്തിന്റെ കേന്ദ്ര ഭാഗത്ത് ആ വ്യക്തിയോട് ചോദിച്ചു, ഈ നിൽക്കുന്ന ആളെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണ്? അവൾ പറഞ്ഞു സമ്മതമാണ്. ഇവിടെ വിവാഹം നടന്നു. യഥാർത്ഥത്തിൽ ഇവിടെ വിവാഹം നടന്നോ? നടന്നിട്ടില്ല. കാരണം എന്താണ്? സമ്മതം കൊടുത്തത് അവളുടെ അധരങ്ങൾ കൊണ്ടാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ വിവാഹത്തിന് സമ്മതം കൊടുത്തിരിക്കുന്നത് അവളല്ല, പകരം അവളുടെ അമ്മയാണ് ഇതിന് സമ്മതം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവനെ വിവാഹം കഴിക്കാൻ സമ്മതം കൊടുക്കുന്നത് അമ്മയാണ്, അവളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സമ്മതമല്ലത്. അതുകൊണ്ട് അത് കോടതിയിൽ എത്തുന്ന പക്ഷം ഇങ്ങനെ സാഹചര്യങ്ങളെല്ലാം വീണ്ടും അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്ത ശേഷം സഭ അതിനെങ്ങനെ കണ്ടെത്തും അവിടെ യഥാർത്ഥത്തിൽ വിവാഹം നടന്നിരുന്നില്ല, അവർ സ്വതന്ത്രരായ രണ്ട് വ്യക്തികളാണ്. അങ്ങനെയാണ് സഭ അതിനെ നൾ ആൻഡ് വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും സ്വതന്ത്രരായ വ്യക്തികൾ. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടാവാം. അപ്പൊ അവരെ വളർത്തേണ്ട കാര്യങ്ങളൊക്കെ മറ്റു വിഷയങ്ങളാണ്. വിവാഹത്തെ സംബന്ധിക്കുന്ന ഒരു കേസ് രൂപത കോടതിയിൽ ഡൈസഷൻ ട്രൈബ്യൂണലിൽ ഒക്കെ വന്നു കഴിയുമ്പോൾ അവർ പരിശോധിക്കുന്നത് ഇത് വിവാഹമോചനം നൽകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല, പകരം അവിടെ പരിശോധിക്കപ്പെടുന്നത് ഇതാണ്, ഈ വിവാഹം യഥാർത്ഥത്തിൽ നടന്നിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഈ വിവാഹം യഥാർത്ഥത്തിൽ നടന്നിരുന്നോ ഇല്ലയോ നമ്മളെ അത് അത്ഭുതപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം വിവാഹം നടന്നു എന്ന് നമ്മളൊക്കെ കണ്ടതാണ്. ദേവാലയത്തിൽ ഒരു വിഷയം നടന്ന വിവാഹത്തിൽ നമ്മൾ പോയി പങ്കെടുക്കുകയും ചെയ്തതാണ്. അങ്ങനെ എല്ലാ തിരുക്രമങ്ങളും പൂർത്തിയാക്കിയ ഒരു വിവാഹം
അത് ശരിക്കും നടക്കാതിരിക്കുന്നത് എങ്ങനെ എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതറിയണമെങ്കിൽ എന്താണ് വിവാഹം, അഥവാ എപ്പോഴാണ് വിവാഹം നടക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ അറിയണം. ഒരു വിവാഹ തിരുക്കർമ്മത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾക്ക് ധാരാളം കാര്യങ്ങൾ അതിൽ കാണാൻ ഇടയുണ്ട്. ദമ്പതികള് വിവാഹത്തിന് വരുന്നു, മോതിരം മാറുന്നു, താലി കെട്ടുന്നു, സിറമലബാർ ക്രമത്തിലൊക്കെയാണ് വിശുദ്ധ കുർബാനയോടുകൂടിയാണ് വിവാഹം നടക്കുന്നത്. വൈദികന്റെ ആശീർവാദമുണ്ട്. അങ്ങനെ ഒട്ടനവധി കഴിയുമ്പോൾ വിരുന്നുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ ഈ വിവാഹം എന്ന കൂദാശയോട് ചുറ്റിപ്പറ്റി വിവാഹം എന്ന കൂദാശയിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇതിൽ ഏത് കാര്യമാണ് പൂർണ്ണമായ അർത്ഥത്തിൽ വിവാഹത്തിന്റെ കേന്ദ്രമായി നിൽക്കുന്നത്, അഥവാ ഇതിൽ ഏത് നടക്കുമ്പോഴാണ് വിവാഹമാകുന്നത്, അഥവാ ഇതിൽ ഏത് നടന്നില്ലെങ്കിൽ വിവാഹമാകാതിരിക്കും? ചിലർ വിചാരിക്കാറുണ്ട് താലികെട്ടലാണ് നിൽക്കുന്നത്, വിവാഹത്തിന്റെ കേന്ദ്രഭാഗം താലികെട്ടലാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ താലി കെട്ടാൻ മറന്നുപോയാൽ പോലും അത് വിവാഹമാകും. നമുക്കറിയാമല്ലോ, ഭാരതത്തിലാണ് താലികെട്ടൽ എന്നൊരു സമ്പ്രദായം വിവാഹമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. യൂറോപ്പിൽ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭയിൽ താലികെട്ടൽ ഒന്നുമില്ല. അത് വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എങ്കിൽ പോലും അതല്ല അതിന്റെ പരമപ്രധാനമായ ഘടകം. വിവാഹത്തിന്റെ പരമപ്രധാനമായ ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മൾ പറഞ്ഞതൊന്നുമല്ല, പകരം മറ്റൊരു കാര്യമാണ്. വിവാഹത്തിൽ നടക്കുന്ന ഉഭയസമ്മതം അഥവാ മ്യൂച്വൽ കൺസെന്റ് ആണ് വിവാഹത്തെ വിവാഹമാക്കുന്ന ഘടകം. വിവാഹത്തിന്റെ കൂദാശ പരികരണം ചെയ്യുന്നതിന്റെ മധ്യേ കാർമികൻ വന്നു നിൽക്കുന്ന വധുവരന്മാരോട് ഇങ്ങനെ ചോദിക്കും: ഈ നിൽക്കുന്ന ഇന്ന വ്യക്തിയെ പൂർണ്ണമായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും കൂടെ നീ നിന്റെ ഭാര്യയായി അഥവാ ഭർത്താവായി സ്വീകരിക്കുന്നു. ആ ചോദ്യത്തിന് സഭയുടെ മധ്യത്തിൽ വിശുദ്ധ അൾത്താരയ്ക്ക് മുൻപാകെ ദൈവസന്നിധിയിൽ അവർ കൊടുക്കുന്ന മറുപടിയാണ് അവരുടെ വിവാഹം. വരൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ, ഭാര്യയായി സ്വീകരിക്കാൻ എനിക്ക് സമ്മതമാണ് എന്ന് കൊടുക്കുന്ന സമ്മതം നൽകലും അവളത് സ്വീകരിക്കലും രണ്ടും കൂടി ചേരുന്നതാണ്. ഒരാളുടെ സമ്മതം കൊടുക്കലും മറ്റൊരു വ്യക്തിയെ സ്വീകരിക്കലും. അങ്ങനെ ഈ രണ്ടുപേരും പരസ്പരം കൊടുക്കുന്ന സമ്മതത്തെയാണ് ഉഭയസമ്മതം എന്ന് വിളിക്കുന്നത്. പരസ്പര സമ്മതം, മ്യൂച്വൽ കൺസെന്റ്. ഈ ഒരു പ്രവൃത്തിയാണ് വിവാഹത്തിന്റെ കേന്ദ്രബിന്ദു. അഥവാ ഈ ഒരു കാര്യം നടക്കുമ്പോഴാണ് വിവാഹം നടക്കുന്നത്. ഈ ഒരു കാര്യം നടന്നില്ലെങ്കിൽ വിവാഹം നടക്കാതെ ഇരിക്കും. അപ്പോൾ വിവാഹം നടന്നു എന്ന് നമ്മുടെ കണ്ണിലൊക്കെ കാണപ്പെട്ട ഒരു വിവാഹം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നടക്കാതിരിക്കും. വിവാഹ കോടതി അതാണ് പരിശോധിക്കുന്നത്. വിവാഹം നടന്നോ ഇല്ലയോ, അഥവാ വിവാഹം നടന്നതുപോലെ നമ്മൾ കണ്ട ആ വിവാഹം സാധുവായിരുന്നോ അല്ലയോ, അസാധുവായോ. നൾ ആൻഡ് വോയിഡ് എന്ന പദമാണ് അതിന് ഉപയോഗിക്കുന്നത്. അസാധുവായി തീരുക, നൾ ആൻഡ് വോയിഡ് ആയി തീരുക. എന്താണ് അസാധുവാകുക എന്ന് പറഞ്ഞാൽ? ഉദാഹരണം, നമുക്ക് പരിചയമുള്ള ഉദാഹരണം എടുക്കാം. പണ്ട് ബാലറ്റ് പേപ്പർ വഴി വോട്ട് ചെയ്തിരുന്നത് നമുക്ക് പരിചയമുണ്ട്. അവിടെ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു ബാലറ്റ് പേപ്പർ കൊടുക്കും, ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു സീൽ കൊടുക്കും. ആ വ്യക്തി അതിൽ വോട്ട് ചെയ്ത് ബാലറ്റ് ബോക്സിനകത്ത് നിക്ഷേപിക്കും. അത് വളരെ രഹസ്യമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തി ബാലറ്റ് പേപ്പർ വാങ്ങി അകത്ത് പോയി 2-3 പേർക്ക് വോട്ട് ചെയ്തിട്ട് അതിനെ നിക്ഷേപിച്ചിട്ട് പോരുന്നത് കരുതുക. പ്രകടമായ സാഹചര്യത്തിൽ ഈ വ്യക്തി വോട്ട് ചെയ്തതായിട്ട് കാണപ്പെടുന്നു. എല്ലാവരുടെയും മുൻപിൽ ബാലറ്റ് പേപ്പർ സ്വീകരിച്ചിട്ടുണ്ട്, സീൽ ചെയ്തിട്ടുണ്ട്, മടക്കിയതിനകത്ത് ഇട്ടിട്ടുണ്ട്, അദ്ദേഹം വോട്ട് ചെയ്യാൻ ഒഴിഞ്ഞു വന്നിരിക്കുന്നു. അങ്ങനെ സകല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ വോട്ടെണ്ണുന്ന സമയത്ത് ഇതിനെ വോട്ടായിട്ട് കണക്കാക്കില്ല. അവിടെ വോട്ടിംഗ് നടന്നിട്ടില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത്? ഗൗരവമുള്ള എന്തോ ഒരു എറർ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ വിവാഹം നടന്നിട്ടില്ല. എന്നതുപോലെ വിവാഹം എന്ന കൂദാശ പരികരണം ചെയ്യപ്പെട്ട സമയത്ത് ഗൗരവമുള്ള ഒരു എറർ, വിവാഹത്തിന്റെ സാധുതയെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു എറർ, വിവാഹത്തിന്റെ കേന്ദ്ര ബിന്ദുവിനെ സ്പർശിക്കുന്ന ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് വിവാഹത്തിന്റെ കോടതി പരിശോധിക്കുന്നത്. ഇത് പരിശോധിക്കുന്നതിന് കോടതിയുടേതായ മാർഗങ്ങളുണ്ട്. അനേക സാക്ഷികളെ വിസ്തരിക്കും, വിവാഹം കഴിച്ചിരിക്കുന്ന ദമ്പതികളെ വിസ്തരിക്കും, അങ്ങനെ അവരുടെ മൊഴികൾ സ്വീകരിക്കും, അതിനെക്കുറിച്ച് വിശദമായി പഠിക്കും, ചർച്ചകൾ നടത്തും, രണ്ട് ഭാഗത്തെക്കുറിച്ചും വാദിക്കുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെ ഇതെല്ലാം പൂർത്തീകരിച്ച ശേഷം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ ഈ വിവാഹം നടന്നിരുന്നോ ഇല്ലയോ എന്ന് സഭ വിധി പ്രഖ്യാപിക്കും. ചില സാഹചര്യങ്ങൾ, വിവാഹത്തെ നടക്കാതെ പോകുന്ന, വിവാഹം അസാധുവായി തീരുന്ന സാഹചര്യങ്ങളുടെ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഉദാഹരണത്തിന്, മാനസിക രോഗിയായിരിക്കുന്ന ഒരാൾ, മാനസിക രോഗമുണ്ടായിരിക്കുന്ന ഒരാൾ, അത് വിവാഹത്തിന് മുൻപുണ്ടായിരിക്കുകയും വിവാഹ സമയത്ത് തുടരുകയും ചെയ്യുന്ന മാനസിക രോഗത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വ്യക്തിക്ക് വിവാഹം കഴിക്കാൻ പറ്റും, സാധുവായി വിവാഹം കഴിക്കാൻ പറ്റും. നമുക്ക് തോന്നും അത് അയാളുടെ കുഴപ്പം കൊണ്ടല്ലോ അദ്ദേഹം രോഗിയായി തരുന്നത്, അദ്ദേഹം രോഗിയായിട്ട് ജനിച്ചു, ആ വ്യക്തിക്ക് മാനുഷികമായ അവകാശങ്ങളൊക്കെ ഇതിന് വിവാഹം കഴിച്ചുകൂടാ. അതിന്റെ പ്രശ്നം ഇതാണ്: ഈ രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരാൾക്ക് സാധുവായ അർത്ഥത്തിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ ഒരു വാഗ്ദാനം കൊടുക്കാൻ കഴിയില്ല.
ഒരു സമ്മതം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ കൊടുക്കാൻ കഴിയില്ല. അതിനുള്ള മാനസികമായ കഴിവ്, ശേഷി അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആയിരിക്കെ അദ്ദേഹം സമ്മതം കൊടുക്കുന്നത് പോലെ കാണപ്പെട്ടാലും, എനിക്ക് സമ്മതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞാലും അതൊരു കൺസെന്റ് നൽകലാകുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ വിവാഹം അസാധുവായിരിക്കും. പിന്നീട് അതിന്റെ കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ ചില മെഡിക്കൽ ടെസ്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്ത ശേഷം ഈ വ്യക്തി മാനസിക രോഗാവസ്ഥയിലായിരുന്നു, പൂർണ്ണമായ അറിവോടും ബോധ്യത്തോടും കൂടി അല്ല ഈ കൺസെന്റ് കൊടുത്തത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന പക്ഷം സഭ ആ വിവാഹം നടന്നിരുന്നതേ ഇല്ല എന്ന് പ്രഖ്യാപിക്കും. അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹശേഷം ഉണ്ടാകുന്ന ഒരു അസുഖം മനസ്സിലാകാൻ തന്നെ വിവാഹശേഷം സംഭവിച്ചെന്ന് കരുതുക, അത് വിവാഹത്തിന് സാധ്യതയെ ബാധിക്കുന്നില്ല. കാരണം ആ സമ്മതം കൊടുത്ത സമയത്ത് ആ വ്യക്തി പൂർണ്ണമായ ബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. അത് പിന്നീട് അത് രോഗമാണ്. ആ രോഗം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗിയെ സ്വീകരിക്കുകയും രോഗിയെ ശുശ്രൂഷിക്കുകയും ചെയ്യാനുള്ള കടമയാണ് ദമ്പതികൾക്കുള്ളത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇനി അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരാവുന്ന മറ്റൊരു ചോദ്യമാണ്, ഇടക്കാലത്ത് മാത്രം രോഗം വരികയും ഇടയ്ക്ക് മാറുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ സങ്കല്പിക്കുക, 6 മാസം രോഗാവസ്ഥയിലായിരിക്കുന്നു, പിന്നെ 6 മാസം സുഖമായിട്ട് ജീവിക്കുന്നു, വീണ്ടും രോഗാവസ്ഥ, അങ്ങനെ ജീവിക്കുന്ന ഒരാളെന്ന് കരുതുക. ഈ വ്യക്തിയുടെ വിവാഹം നടക്കുന്നത് സുഖമായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ വിവാഹത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ശരിയാണ്, അദ്ദേഹം ആ സമയത്ത് കൊടുക്കുന്ന സമ്മതം അത് പൂർണ്ണമായ അറിവോടുകൂടിയുള്ള സമ്മതം തന്നെയാണ്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഈ വ്യക്തി കൊടുത്ത ഈ സമ്മതത്തെ പൂർത്തിയാക്കാനുള്ള സാഹചര്യം ആ വ്യക്തിക്ക് ഇല്ലാതിരിക്കുന്നു. രണ്ടാമത്തെ ഒരു സാഹചര്യം ബൗദ്ധികമായ ശേഷിയുടെ കുറവാണ്, ബുദ്ധിമാന്ദ്യത്തിന്റെ അവസ്ഥയൊക്കെ. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. അപ്പൊ ആ വ്യക്തി ഒരുപക്ഷെ സമ്മതമാണെന്ന് ചോദിച്ചാൽ സമ്മതമാണ് എന്ന് പ്രകടിപ്പിച്ചെന്നിരിക്കാം. പക്ഷെ അതിന്റെ ഉള്ളർത്ഥങ്ങളെ കുറിച്ച് ഗ്രഹിക്കാനോ പൂർണ്ണമായ ബോധത്തിൽ നിന്ന് അത് കൊടുക്കാനോ അദ്ദേഹത്തിന് കഴിവില്ലാതിരിക്കെ അത് കൊടുത്താൽ തന്നെയും അത് അസാധുവായി തീരും. അപ്പൊ ആ സമയത്ത് ചിലർ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ആ ആൾക്ക് മാനസികവുമുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ബുദ്ധിമാൻ തോന്നുന്നു, എനിക്കൊരു പ്രശ്നമല്ല, ജീവിതം കളി ഞാൻ പോകുന്ന വ്യക്തി പറയുകയാണ് എനിക്കൊന്നും പ്രശ്നമില്ല, ഞാനത് അങ്ങനെ തന്നെ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. ഇപ്പൊ എന്താവും അതിന്റെ സ്ഥിതി? അത് സമ്മതമാണെങ്കിലും ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് കുഴപ്പമില്ലെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഒന്നും ഈ യാഥാർത്ഥ്യത്തിന് മാറ്റം വരുന്നില്ല, ആ വ്യക്തിയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് എനിക്കിത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം വിവാഹം സാധുവായി തീരുകയില്ല. ആ സാധുവായ ഒരു വിവാഹം അവിടെ നടക്കില്ല. മറ്റൊരു സാഹചര്യം ഒരു മുൻവിവാഹം നിലനിൽക്കുന്ന അവസ്ഥയാണ്. വിവാഹത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ഒരു സ്ഥലത്ത് വിവാഹം കഴിച്ചിട്ടുണ്ട്, വിദേശ രാജ്യത്തായിരുന്നു, അവിടെ ഒരു സിവിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് വിവാഹം കഴിച്ചു. അതിനുശേഷം അവർ പിരിയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. വീണ്ടും വന്നിട്ട് വിവാഹം കഴിക്കാനായിട്ട് ഒരുമിച്ച് ജീവിക്കാതെ അവര് രണ്ടുപേരും തങ്ങളുടെ തന്നെ ഇഷ്ടപ്രകാരം ഒരു വഴിക്ക് പോയി, അല്ലെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് പിന്നെ വേറെ വിവാഹം കഴിക്കുന്നു. ആ വിവാഹം പൂർണ്ണമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചവർ നടന്നു കഴിഞ്ഞാൽ തന്നെയും ഒരു മുൻവിവാഹം നിലനിൽക്കുന്നത് കൊണ്ട് രണ്ടാമത് നടന്ന വിവാഹം അസാധുവായി തീരും. ആ വിവാഹം നടന്നിട്ടില്ല എന്ന് സഭ പ്രഖ്യാപിക്കും. അതുപോലെ വിവാഹ സാധുവാകുന്ന വിവിധമായ സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പൗരോഹിത്യം പോലുള്ള ജീവിതാന്തസ്സിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സാധുവായി വിവാഹം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ധാരാളം സാഹചര്യങ്ങളുണ്ട്. ഇനി പൊതുവിൽ സംഭവിക്കാറുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിർബന്ധം അഥവാ ഫോഴ്സ്. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാം. ഉദാഹരണത്തിന് നിർബന്ധത്താൽ വിവാഹങ്ങൾ ഇന്നത്തെ കാലത്ത് നടക്കാറുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളാൽ നിർബന്ധിക്കപ്പെട്ടിട്ട്, ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുൻപിൽ നിന്ന് വിവാഹത്തിലൂടെ ലഭിക്കാവുന്ന സാമ്പത്തിക നേട്ടത്തെ മുൻനിർത്തി അതിന്റെ പ്രഷർ കൊണ്ട് വിവാഹം കഴിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. പക്ഷെ വളരെ സാധാരണമായ സാഹചര്യത്തിൽ ഒരു ഉദാഹരണം പറയാം. ഒരു കുടുംബം, അമ്മയും മകളും മാത്രമുള്ള ഒരു കുടുംബമാണെന്ന് കരുതുക. ഈ മകളുടെ കല്യാണം ഒത്തിരി നാളായിട്ട് അന്വേഷിച്ചു, വിവാഹം ഒന്നും നടക്കാതിരിക്കുന്നു. കാരണം സാമ്പത്തിക പ്രതിസന്ധി, അമ്മയുടെ രോഗമൊക്കെ കൊണ്ട് ഒരു വിവാഹം നടത്താനുള്ള ശേഷി അവർക്കില്ല. എല്ലാവരും സ്ത്രീധനം ചോദിക്കുന്നു, അങ്ങനെ വിവാഹം നടക്കാതെ പോകുന്നു. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ആ നാട്ടിലെ ഒരു ക്രിമിനലൊക്കെ ആയിട്ടുള്ള ഒരാളാണെന്ന് കരുത്, മോശമായ ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ. ഈ വ്യക്തി പറയും, എനിക്ക് പൈസ ഒന്നും തരുന്നു വേണ്ട, എനിക്കൊന്നും തരണ്ട, ഞാൻ കെട്ടിക്കോളാം എന്ന് പറയുന്നു. അപ്പൊ അമ്മ കുറെ ആലോചിച്ചിട്ട് അമ്മയ്ക്ക് മനസ്സിലായി, എന്റെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരുടെയെങ്കിലും കയ്യിൽ കൊച്ചിനെ പിടിച്ചേൽപ്പിച്ചില്ലെങ്കിൽ എന്താകും സ്ഥിതി? പിന്നെ ഇവന് കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അവൾ അവിടെ നോക്കാൻ സന്നദ്ധനായിട്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇവരോട് സംസാരിക്കുന്നു. അപ്പൊ അവള് പറയുന്നത്, എനിക്ക് ഒരിക്കലും ഇത് സമ്മതിക്കാൻ പറ്റില്ല, എനിക്കൊരിക്കലും വിവാഹത്തിന് സമ്മതമല്ല. അപ്പൊ അമ്മ പറയാവുന്നതെല്ലാം പറഞ്ഞു. പിന്നെ ആരെ നോക്കിയിട്ടാണ് നീ ഇരിക്കുന്നത്, നമ്മുടെ സ്ഥിതിയൊക്കെ നമുക്കറിയണ്ടേ, പിന്നെ നീ നന്നായിട്ടൊന്ന് പരിശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നന്നാക്കി എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഉപദേശങ്ങളൊക്കെ അമ്മ കൊടുത്തു. അവൾ സമ്മതിക്കാതിരിക്കുന്നു. ഏറ്റവും അവസാനം അമ്മ ഇങ്ങനെ പറയണമെന്ന് കരുതുക, നീ ഒന്നുകിൽ വിവാഹത്തിന് സമ്മതിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തൂങ്ങിച്ചാവും, ഞാൻ മരിക്കും, ഞാൻ ആത്മഹത്യ ചെയ്യും, എന്റെ മരണശേഷം നിനക്ക് എന്ത് വേണം ചെയ്യാം, ഞാൻ ഈ ഡേറ്റ് തീരുമാനിക്കും, ആ സമയത്ത് വിവാഹം നടത്താനുള്ള കാര്യം നടത്തും, നീ ഇതാരോടും പറയാനും നിൽക്കണ്ട, ഒന്നുകിൽ എന്റെ മരണം നിന്റെ മുമ്പിലുണ്ട്, അല്ലെങ്കിൽ നിന്റെ വിവാഹം. അവൾ കുറെ ദിവസം കരഞ്ഞ് അവസാനം ഇങ്ങനെ തീരുമാനിച്ചു, എന്തെങ്കിലും ആട്ടെ. അങ്ങനെ വിവാഹത്തിന്റെ സമയത്ത് അൽത്താരിന്റെ മുമ്പിൽ വന്നു. കാർമികൻ വിവാഹത്തിന്റെ കേന്ദ്ര ഭാഗത്ത് ആ വ്യക്തിയോട് ചോദിച്ചു, ഈ നിൽക്കുന്ന ആളെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണ്?
അവള് പറഞ്ഞു സമ്മതമാണ്. ഒരു വിവാഹം നടന്നു. യഥാർത്ഥത്തിൽ ഇവിടെ വിവാഹം നടന്നിട്ടില്ല. കാരണം എന്താണ്? സമ്മതം കൊടുത്തത് അവളുടെ അധരങ്ങൾ കൊണ്ടാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ വിവാഹത്തിന് സമ്മതം കൊടുത്തിരിക്കുന്നത് അവളല്ല, പകരം അവളുടെ അമ്മയാണ് ഇതിന് സമ്മതം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവനെ വിവാഹം കഴിക്കാൻ സമ്മതം കൊടുക്കുന്നത് അമ്മയാണ്. അവളുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സമ്മതമല്ലത്. അതുകൊണ്ട് അത് കോടതിയിൽ എത്തുന്ന പക്ഷം ഇതിന് സാഹചര്യങ്ങളെല്ലാം വീണ്ടും അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്ത ശേഷം സഭ അതിനെങ്ങനെ കണ്ടെത്തും അവിടെ യഥാർത്ഥത്തിൽ വിവാഹം നടന്നിരുന്നില്ല. അവർ സ്വതന്ത്രരായ രണ്ട് വ്യക്തികളാണ്. അങ്ങനെയാണ് സഭ അതിനെ നൾ ആൻഡ് വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും സ്വതന്ത്രരായ വ്യക്തികൾ. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടാവാം. അപ്പൊ അവരെ വളർത്തേണ്ട കാര്യങ്ങളൊക്കെ മറ്റു വിഷയങ്ങളാണ്. ഇവർക്ക് സാധുവായി വേറെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് മനസ്സുരോഗിയായിരിക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചു പോയ വ്യക്തി, ആ മനസ്സുരോഗിയായിരിക്കുന്ന ആൾക്ക് വേറെ വിവാഹം കഴിക്കാൻ പറ്റില്ല. പക്ഷെ മറ്റേ വ്യക്തിക്ക്, കുറ്റം ഇല്ലാത്ത ആ വ്യക്തിക്ക് വീണ്ടും വിവാഹം കഴിക്കാം. ആ വ്യക്തി സ്വതന്ത്ര അവസ്ഥയിലായിരിക്കും. ഇത്തരം വിവാഹ തടസ്സങ്ങളെ തിരുസഭ ഇംപെഡിമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. അഥവാ വിവാഹത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ. ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാൽ തന്നെയും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. അത് വിവാഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. അതാണ് വിവാഹത്തിന്റെ സ്വഭാവം, വിവാഹത്തിന്റെ ക്യാരക്ടർ, അതിന്റെ സ്വഭാവം. ഒന്നാമത്തെ സ്വഭാവം അത് എന്നും നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മുറിക്കാനാവാത്ത, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവസാനിപ്പിച്ച് കളയാനാവാത്ത, മരണം വരെ നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹം എന്നതാണ് ഇതിന്റെ അടിസ്ഥാനമായ പ്രബോധനം. ഇതിനെ സഭ വിവാഹത്തിന്റെ ഇൻഡിസൊല്യൂബിലിറ്റി അഥവാ അവിഭാജ്യത എന്ന് വിളിക്കും. വിഭജിക്കാനാവാത്തത്. വിവാഹം കഴിക്കുന്ന ഓരോരുത്തരും ഇക്കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഏർപ്പെടാൻ പോകുന്ന ഉടമ്പടിയുടെ മുറിക്കപ്പെടാനാവാത്ത അവസ്ഥയെക്കുറിച്ച്, വിഭജിക്കാനാവാത്ത അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ വിവാഹത്തിൽ നിലനിൽക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ വിവാഹം ഒഴിവാക്കും എന്ന് പറഞ്ഞ് ഒരു വിവാഹമില്ല. മരണം വരെ നിലനിൽക്കുന്ന ഉടമ്പടിയാണ് ഇത് എന്ന ബോധ്യത്തോടുകൂടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിവാഹം എന്ന ഉദാശ പരിശുദ്ധ സഭ നൽകുന്നുള്ളൂ. അതുപോലെ തന്നെ ഇംപെഡിമെന്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വന്ന ഒരു കാര്യം കൂടി ഓർക്കുകയാണ്. അത് കണ്ടീഷണൽ ആയിട്ടുള്ള വിവാഹങ്ങൾ അത് അസാധുവായി തീരും. പക്ഷേ നീ ഇങ്ങനെയാണെങ്കിൽ ഞാൻ വിവാഹത്തിൽ നിലനിൽക്കും. ഉദാഹരണത്തിന് നിനക്ക് ജോലി ഉള്ളതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്, ആ ജോലി എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ, അഥവാ ജോലി നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ പിരിയും. അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത്ര സ്ത്രീധനം കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്, അത് തരാൻ പറ്റുന്നില്ല എങ്കിൽ, വിവാഹശേഷമായത് തരാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പിരിയും. അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ച് നടത്തുന്ന വിവാഹങ്ങൾ, കണ്ടീഷണൽ മാരേജസ്, അത് അസാധുവായിരിക്കും. കാരണം വിവാഹം അതിന്റെ സ്വഭാവത്താല് അൺകണ്ടീഷണൽ ആണ്. യാതൊരു വ്യവസ്ഥകളുമില്ലാതെ കൊടുക്കുന്ന സമ്മതമാണ്, ഉഭയസമ്മതമാണ് വിവാഹമായി തീരുന്നത്. ഇനി വിവാഹത്തിന്റെ രണ്ടാമത്തെ സ്വഭാവം അതിന്റെ ഐക്യമാണ്. യൂണിറ്റി ആൻഡ് ഇൻഡിസൊല്യൂബിലിറ്റി എന്നാണ് അതിനെ പഠിപ്പിക്കുന്നത്. ഐക്യം എന്ന് പറഞ്ഞാൽ വെറുതെ കൂട്ടായ്മ എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. ഈ ഐക്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിന്റെ ഐക്യം ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഐക്യമാണ്. അവർ തമ്മിൽ മാത്രമുള്ള ഐക്യമാണ്, അവർ തമ്മിൽ മാത്രമുള്ള ബന്ധമാണ്. വിവാഹത്തിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അത് അവർ തമ്മിൽ മാത്രമുള്ള ബന്ധമാണ്. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും പൂർണ്ണമായി ചേർന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ആ ബന്ധത്തിന് പുറത്ത് അതിന് തുല്യമായ, അതിന് സമാനമായ മറ്റൊരു ബന്ധത്തിന് സാധ്യതയില്ല. ധാരാളം സുഹൃത്തുക്കൾ അവർക്കുണ്ടാകാം, പക്ഷെ ഇവരുടെ ബന്ധത്തിന് സമാനമായ ഒരു ബന്ധത്തിന് മറ്റാർക്കും അതിലേക്ക് പ്രവേശനമില്ല. അഥവാ ഇവർക്ക് ആർക്കും അത്തരം മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനുള്ള അവകാശമില്ല. അവർ തമ്മിൽ ചേർന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് വിവാഹം അവിഭാജ്യമാണ്, ഐക്യത്തിൽ അധിഷ്ഠിതമാണ് എന്ന് തിരുസഭ പഠിപ്പിക്കുന്നു. ഇനി വിവാഹത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അത് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഇനി രണ്ടാമത്തേത്, വിവാഹത്തിന് രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത്. അഥവാ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അവ ഏതൊക്കെയാണ്? ഇവയാണ്: കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും, ജീവൻ പങ്കുവയ്ക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും. മനോഹരമായ രണ്ട് വാക്കുകളിൽ അത് പ്രകടിപ്പിക്കാറുണ്ട്. ടു ഷെയർ ലൈഫ്, ടു ഷെയർ ലവ്, ഫോർ ലൈഫ് ആൻഡ് ലവ്. സ്നേഹത്തിന് വേണ്ടിയും ജീവന് വേണ്ടിയുമാണ് വിവാഹം കഴിക്കുന്നത്. ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിൽ ഏതാണ് പ്രധാനപ്പെട്ടത്, കൂടുതൽ പ്രധാനപ്പെട്ടത്? ഒരു കാലത്ത് ആളുകൾ ഇങ്ങനെ വിചാരിച്ചിരുന്നു, ജീവൻ കൊടുക്കുക അഥവാ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ് വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയാണ് വിവാഹം. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ അവരെ വളർത്തുക എന്നുള്ള പ്രവർത്തികളിലേക്കൊക്കെ, ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ കുടുംബാംഗങ്ങൾ മാറുകയും അവരുടെ സ്നേഹം പങ്കുവയ്ക്കൽ എന്ന കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ചില തെറ്റായ പ്രബോധനങ്ങൾ ആളുകൾ നടത്തിയിരുന്നു. തിരുസഭ ഒരിക്കലും അങ്ങനെ പഠിപ്പിച്ചിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം.
എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നു പോകുന്നത് തിരിച്ചുള്ള ഒരു പ്രവണതയാണ്. പ്രത്യേകിച്ച് യൂറോപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിലും നമ്മുടെ നാട്ടിലും അതിന് വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. സ്നേഹത്തിന്റെ ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും. കുഞ്ഞുങ്ങള് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല എന്ന മട്ടിൽ ചിന്തിക്കുകയും സ്നേഹിക്കാൻ വേണ്ടി ഒരു ഇണയും തുണയും ഉണ്ടാകാൻ വേണ്ടി വിവാഹം കഴിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുന്ന ആളുകളുണ്ട്. എന്നാൽ എന്താണ് സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? തിരുസഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വിവാഹത്തിന്റെ ഈ രണ്ട് ലക്ഷ്യങ്ങളും, സ്നേഹം പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യവും ജീവൻ പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യവും പൂർണ്ണമായും തുല്യമായ ലക്ഷ്യങ്ങളാണ്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് താഴെയെന്നോ ഒന്ന് മറ്റൊന്നിനേക്കാൾ പ്രധാനപ്പെട്ടതോ എന്നോ വേർതിരിക്കാനാവില്ല. ജീവൻ കൊടുക്കുക എന്നുള്ളതും സ്നേഹം പങ്കുവയ്ക്കുക എന്നുള്ളതും തുല്യമായ ദൗത്യവും ലക്ഷ്യവുമാണ് ദമ്പതികളെ സംബന്ധിച്ച്. ജീവൻ പങ്കുവയ്ക്കുന്നത് വിവാഹത്തിന്റെ ലക്ഷ്യമാണ് എങ്കിൽ ചില ചോദിച്ചു കേട്ടിരുന്ന ഒരു ചോദ്യമുണ്ട്: കുഞ്ഞുങ്ങൾ ജനിക്കുകയില്ല എന്ന് അറിയാവുന്ന ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റും? ഏതെങ്കിലും ശാരീരികമായ കാരണങ്ങൾ, ഉദാഹരണത്തിന് ഒരു അപകടമൊക്കെ ഉണ്ടായി, കുഞ്ഞുങ്ങൾ ജനിപ്പിക്കുന്ന പ്രത്യുൽപാദന അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുകളൊക്കെ സംഭവിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സാധുവായി വിവാഹം കഴിക്കാൻ പറ്റും. കാരണം വിവാഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് അവർ നയിക്കപ്പെടുന്നില്ലല്ലോ. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം അവർക്ക് സാധിക്കാത്തതുകൊണ്ട് അവർക്ക് വിവാഹം കഴിക്കാം. ഇത് പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. കുഞ്ഞുങ്ങളുടെ ജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ കഴിയാതിരിക്കുന്നതും ലൈംഗിക ബന്ധത്തിൽ തന്നെ ഏർപ്പെടാൻ കഴിയാതിരിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഒന്നിന് ജീവൻ കൊടുക്കാൻ കഴിയാതെ പോകുന്ന ശാരീരികമായ ക്ഷമതയില്ലായ്മ, കഴിവുകളുടെ രോഗാവസ്ഥ, വൈകല്യം എന്നൊക്കെ വിളിക്കാം. അത് വിവാഹത്തിന് തടസ്സമല്ല. ഒറ്റ കാര്യം മാത്രം, അത് പരസ്പരം അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിനകത്തെ കാര്യം. എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന വ്യക്തി കബളിപ്പിക്കാതെ വിവാഹത്തിന് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിന് കുറവുകളുണ്ട് ഒരു വ്യക്തിയാണ് എന്ന് അറിയിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന രണ്ടുപേരും തമ്മിൽ സദായി വിവാഹം നടത്തുന്നതിന് തടസ്സമില്ല. ഇനി രണ്ടാമത്തെ കാര്യം ഇതിനും കൂടെ വ്യത്യസ്തമാണ്. അതിന് ലൈംഗിക ശേഷി ഇല്ലായ്മ എന്ന് പറയും. ഇംപൊട്ടൻസി അഥവാ ഫ്രിജിഡിറ്റി എന്ന് പറയും. ഇംപൊട്ടൻസി അഥവാ ഫ്രിജിഡിറ്റി എന്ന് പറഞ്ഞാൽ സാധുവായ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതിരിക്കുക എന്നുള്ളതാണ്. സാധുവായ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതിരിക്കുക, അതിനുള്ള ശാരീരിക കഴിവുകൾ, ക്ഷമത ഇല്ലാതിരിക്കുക, അഥവാ ശരീരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരുങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും. ഇത് പലതരത്തിലുണ്ട്. ചില താൽക്കാലികമാണ്, ചില സ്ഥിരമായി നിലനിൽക്കുന്നതാണ്, ചിലതിന് മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്, ഭയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന് കാരണമായിട്ട് നിലനിൽക്കുന്ന ഫ്രിജിഡിറ്റിയെ കുറിച്ച് അഥവാ നിലനിൽക്കുന്ന ഇംപൊട്ടൻസിയെ കുറിച്ചാണ് പറയുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതിരിക്കുന്ന ഒരാൾക്ക്, ലൈംഗിക ശേഷി ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് സാധുവായ വിവാഹത്തിൽ ഏർപ്പെടാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ കഴിയാത്ത ഒരു വൈകല്യമുള്ള ഒരാൾക്ക് വിവാഹത്തിൽ ഏർപ്പെടാൻ കുഴപ്പമില്ലാതിരിക്കുകയും അതേസമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിവില്ലാത്ത ഒരാൾക്ക് വിവാഹം കഴിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഇതാണ്. ഇത് ഈ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ കഴിയാതെ പോവുക എന്നുള്ളത് ഒരു വലിയ കുറവ് തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന് ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം, ബീജത്തിലുള്ള കൗണ്ടിന്റെ കുറവ് തുടങ്ങി അങ്ങനെയുള്ള വിഷയങ്ങളാവാം. എന്തു തന്നെ ആയിരുന്നാലും അത് ശരീരത്തിന്റെ ഒരു വൈകല്യമാണ്. അവിടെ അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കുഴപ്പമില്ല. എന്താണ് ലൈംഗിക ബന്ധം? ലൈംഗിക ബന്ധത്തിന്റെ ഉദ്ദേശം എന്താണ്? ലൈംഗിക ബന്ധത്തിന്റെ ഉദ്ദേശം അത് സ്നേഹം പങ്കുവെക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ദമ്പതികൾ തങ്ങളുടെ ദാമ്പത്യ സ്നേഹം പങ്കുവെക്കുന്ന ഏറ്റവും ശക്തമായ, ഏറ്റവും ഉദാത്തമായ മാർഗമാണ്, സ്ഥലമാണ് അവരുടെ ദാമ്പത്യ ബന്ധം. അവർക്ക് അനേകം ആളുകളോട് സ്നേഹം പങ്കുവയ്ക്കാൻ പറ്റും, സുഹൃത്ത് ബന്ധങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റും, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റും, അനേകം ആളുകളെ സ്നേഹിക്കാൻ പറ്റും. പക്ഷെ അത്തരം ഒരു സ്നേഹത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു സ്നേഹമുണ്ട്. അതാണ് ദാമ്പത്യ സ്വഭാവമുള്ള സ്നേഹം എന്ന് പറയുന്നത്. അത് അവരുടെ ലൈംഗിക ബന്ധത്തിൽ മാത്രം നിലനിൽക്കുന്ന കാര്യമല്ല. ദമ്പതികളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ ഇടപെടലുകളിലെല്ലാം മേളിക്കുന്നത്, ഉൾച്ചേർന്നിരിക്കുന്നത് ഈ ദാമ്പത്യ സ്വഭാവമുള്ള സ്നേഹമാണ്. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും ഒരുമിച്ച് സംസാരിക്കുമ്പോഴും സൗഹൃദത്തിന്റെ സ്വഭാവമുള്ളതുപോലെ തോന്നുന്ന സ്നേഹം പങ്കുവയ്ക്കുമ്പോഴും ഒക്കെ ഇവർ യഥാർത്ഥത്തിൽ പങ്കുവയ്ക്കുന്നത് ദാമ്പത്യത്തിന്റെ സ്നേഹമാണ്. ആ ദാമ്പത്യ സ്വഭാവമുള്ള സ്നേഹം അത് കൾമിനേറ്റ് ചെയ്യപ്പെടുന്നത്, അഥവാ അത് അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നത് അവരുടെ ലൈംഗിക ബന്ധത്തിലൂടെയാണ്. അതിനെ തുടർന്നാണ് അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനും പറ്റുന്നത്. അപ്പോൾ ഇവിടെയുള്ള വ്യത്യാസം എന്താണ്? ഒരു സ്ഥലത്ത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിന് ശാരീരികമായ കുറവുകൾ ഉണ്ടായിരിക്കുന്നു എങ്കിൽ പോലും അവർക്ക് അവരുടെ ദാമ്പത്യ സ്വഭാവമുള്ള സ്നേഹം പങ്കുവെക്കുന്നതിന് തടസ്സമില്ല. അഥവാ ഈ രണ്ട് ലക്ഷ്യങ്ങളിൽ ഒന്ന് പൂർത്തിയാക്കുന്നതിന് അവർക്ക് തടസ്സമില്ല. അപ്പൊ അതേസമയം രണ്ടാമത്തെ സാഹചര്യത്തിലോ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിലോ അവർക്ക് സ്വാധുവായ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല. അതായത് ഈ ദാമ്പത്യ സ്നേഹത്തെ പങ്കുവയ്ക്കാൻ, പൂർണ്ണമായി അത് പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല.
അതോടൊപ്പം തന്നെ അതിനാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനും കഴിയുന്നില്ല. ഒരു സ്ഥലത്ത് ഈ 2 ലക്ഷ്യങ്ങളിൽ ഒന്നെങ്കിലും നിറവേറുമ്പോൾ മറുവശത്ത് ഈ 2 ലക്ഷ്യങ്ങളും നടക്കാതെ പോകുന്നു. സഭയുടെ ഉദാരമായ കാഴ്ചപ്പാടിൽ നിന്ന് തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കും, ഈ 2 ലക്ഷ്യങ്ങളിൽ ഒന്ന് നടക്കാതിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഒന്നെങ്കിലും നടക്കുന്നുണ്ടല്ലോ, വിവാഹത്തിലേക്ക് പോയിക്കൊള്ളുക. സഭ അതിന് അനുവദിക്കുന്നു. അതേസമയം രണ്ടാമത്തെ സാഹചര്യത്തിൽ 2 ലക്ഷ്യങ്ങളും നടക്കാതിരിക്കും. വിവാഹത്തിൽ ആകെയുള്ള 2 ലക്ഷ്യങ്ങളാണ്, ഈ 2 ലക്ഷ്യവും നടക്കാതിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വിവാഹം തന്നെ അർത്ഥശൂന്യമായി തീരും. അതുകൊണ്ടാണ് ലൈംഗിക ശേഷി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയെ സാധുവായ വിവാഹത്തിൽ ഏർപ്പെടാൻ കഴിയാതിരിക്കുന്നത്. ലൈംഗിക ശേഷി ഇല്ലായ്മ അഥവാ ഇമ്പോർട്ടൻസി വിവാഹത്തിന്റെ തടസ്സമാണ്. അങ്ങനെ നടന്ന വിവാഹം പിന്നീട് വിവാഹശേഷം അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ സഭ അവർക്ക് പിരിയാൻ ഉള്ള അനുവാദം കൊടുക്കും. അഥവാ ഈ വിവാഹം സാധുവായി നടന്നിട്ടില്ല എന്ന് സഭ ഡിക്ലെയർ ചെയ്യും. ഞാൻ പറഞ്ഞു തന്നതിന്റെ രത്നചുരുക്കം ഇതാണ്: പരിശുദ്ധ സഭയിൽ വിവാഹം ഒരു കൂദാശയാണ്. ആ കൂദാശ പ്രസാദവരം നൽകുന്നതിന് വേണ്ടി, പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി തിരുസഭ സ്ഥാപിച്ചിരിക്കുന്ന കൂദാശയാണ്. അതുകൊണ്ട് തന്നെ തിരുസഭയോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലമാണ് ഈ കൗദാശിക പ്രസാദവരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂദാശയുടെ പരമപ്രധാനമായ ലക്ഷ്യം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിലേക്ക് നയിക്കുന്ന 2 ലക്ഷ്യങ്ങളാണ് ജീവൻ പങ്കുവയ്ക്കുക എന്നുള്ളതും സ്നേഹം പങ്കുവയ്ക്കുക എന്നുള്ളതും. അതുപോലെ തന്നെ വിവാഹം എന്ന കൂദാശ ഒരിക്കലും വേർപിരിക്കാനാവാത്തതാണ്. അവിഭാജ്യത വിവാഹത്തിന്റെ സ്വഭാവമാണ്. ഐക്യം വിവാഹത്തിന്റെ സ്വഭാവമാണ്. വിവാഹം സാധുവായി നടക്കുന്നതിന് വിവാഹത്തിന്റെ ഉഭയസമ്മതം അത് പൂർണ്ണമായി നടന്നിരിക്കണം എന്ന് തുടങ്ങിയ അനേകം കാര്യങ്ങളാണ്, തീർത്തും പ്രായോഗിക പ്രസക്തിയുള്ള ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ കാര്യങ്ങൾ പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത് തിരുസഭയ്ക്ക് കുടുംബങ്ങളോടുള്ള വലിയ സ്നേഹത്തിന്റെ കാരണത്താലാണ്. പരിശുദ്ധ സഭയിലാണ് കുടുംബങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെ തിരുസഭ മനസ്സിലാക്കുന്നത്, വിളിക്കുന്നത് ഗാർഹിക സഭ എന്നാണ്. ഗ്രഹത്തിലെ സഭ, ഭവനത്തിലെ സഭ. സഭയുടെ ഏറ്റവും ശക്തമായ, ഏറ്റവും മനോഹരമായ ചെറിയ ഘടകമാണ് കുടുംബം. അതുകൊണ്ട് നല്ല കുടുംബങ്ങൾ തിരുസഭയിൽ ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധ സഭ അതിന്റെ മഹത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.